وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وما قل وكفى خير مما كثر وألهى فإنما توعدون لآت وما أنتم بمعجزين. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. الله نزل أحسن الحديث كتابا متشابها مثاني تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي من يشاء ومن يضلل الله فما له من هاد. صدق الله العظيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികളെ, സർവശക്തനും പരമകാരുണികനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ നാഥൻ നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെയാണ് സത്യവിശ്വാസി സമൂഹം കടന്നുപോകുന്നത്. റമദാൻ മുബാറക്കാണ് എന്ന് സാധാരണ നമ്മൾ പറയും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു സന്തോഷ വർത്തമാനം നമ്മെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ മനസ്സിലാകാതെ പോകുന്നത് റമദാൻ മുബാറക്കാണെന്ന് പറഞ്ഞാൽ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. റമദാൻ അതുണ്ടാവുക മുബാറക്കുൻ ഫി വുജൂദിഹി, റമദാൻ ആവുക എന്ന് പറഞ്ഞാൽ തന്നെ അനുഗ്രഹീതമാണ്. മുബാറക്കുൻ ഫി വഖ്തിഹി, റമദാനിന്റെ ഓരോ നിമിഷങ്ങളും ഓരോ സന്ദർഭങ്ങളും അനുഗ്രഹീതമാണ്. മുബാറക്കുൻ ഫി അമലിഹി, അതുകൊണ്ട് റമദാനിന്റെ ഓരോ കർമ്മങ്ങളും, റമദാനിൽ നാം അനുഷ്ഠിക്കുന്ന ഏതേത് കർമ്മങ്ങളും അനുഗ്രഹീതമാണ്. മുബാറക്കുൻ ഫി ജസാഇഹി, അതിനാൽ തന്നെ റമദാനിൽ ലഭിക്കാനിരിക്കുന്ന പ്രതിഫലവും അനുഗ്രഹീതമാണ്. ഇതാണ് റമദാൻ അനുഗ്രഹീതമാണ് എന്ന് പറഞ്ഞാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിക്കുന്ന അനുഗ്രഹം. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനാണ് പരിഹാരം എന്ന വിഷയത്തെ സംബന്ധിച്ച് എനിക്കും നിങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന ഏതാനും ചില സംഗതികൾ മാത്രമാണ് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒരു കഥയുണ്ട്, ഒരുപക്ഷെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും. സുഹൃത്തുക്കളായ രണ്ടാളുകൾ യാത്ര പോയി. അതിലൊരാൾ കണ്ണിന് കാഴ്ചയുള്ളയാളും മറ്റേയാൾ അന്ധനുമായി. അങ്ങനെ അവർ യാത്ര തുടർന്നു. നടന്നുള്ള യാത്രയാണ്. യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രണ്ടുപേരുടെയും വീട് രണ്ട് ഭാഗത്താണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ ഒരു പ്രത്യേകമായ ഇടത്ത് വെച്ച് രണ്ടുപേരും വഴിപിരി. അങ്ങനെ രാത്രിയിലാണ് യാത്ര. കുറെ ഇരുട്ടിയിട്ടുണ്ട്, ചുറ്റുഭാഗത്തും ഇരുട്ടാണ്. ഈ കാഴ്ചയുള്ള മനുഷ്യൻ സുഹൃത്തായ തന്റെ അന്ധനായ സഹോദരനോട് പറഞ്ഞു, നമ്മൾ ഇവിടെ വെച്ച് പിരിയുകയാണ്. നിന്റെ വഴി അപ്പുറത്തേക്കാണ്, എന്റെ വഴി ഇപ്പുറത്തേക്കാണ്. പക്ഷെ ഞാൻ നിനക്കൊരു ഉപകാരം ചെയ്യാം. ഒരു മെഴുകുതിരി കത്തിച്ച് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ മെഴുകുതിരി കയ്യിൽ പിടിച്ചുകൊണ്ട് നീ യാത്ര പോവുക, മുന്നോട്ട് തന്നെ നടക്കുക. അപ്പൊ സ്വാഭാവികമായും അന്ധനായ സുഹൃത്ത് പറഞ്ഞു, അല്ല കൂട്ടുകാരാ, എനിക്കെന്തിനാണ് ഈ മെഴുകുതിരി?
ഞാൻ സ്വതവേ കണ്ണു കാണാത്ത മനുഷ്യനല്ലേ, എനിക്ക് വെളിച്ചം ആവശ്യമില്ലല്ലോ. പക്ഷേ ഈ സുഹൃത്ത് പറഞ്ഞു കൊടുത്തു, അല്ല, നിനക്ക് വേണ്ടിയിട്ടല്ല ഈ വെളിച്ചം. നീ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതേപോലെ നിനക്കെതിരായിട്ട് മറ്റാരെങ്കിലും നടന്നു വന്ന ഈ ഇരുട്ടുള്ള സന്ദർഭത്തിൽ നിന്റെ ദേഹത്ത് തട്ടി നീയെങ്ങാനും കമഴ്ന്ന് മലർന്ന് വീണുപോയാലോ, നിനക്ക് പരിക്ക് പറ്റിയാലോ അത് വിഷമമാവില്ലേ? അതുകൊണ്ട് നിന്നെ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയാണ് ഈ മെഴുകുതിരി വെളിച്ചം, നീ ഇതുമായി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ സഹോദരൻ ഇതുമായി മുന്നോട്ട് പോയി. പ്രിയമുള്ളവരെ, കുറച്ചു ദൂരം ചെന്നപ്പോ ഈ മനുഷ്യന്റെ ദേഹത്ത് മറ്റൊരു മനുഷ്യൻ, കണ്ണ് കാണാവുന്ന ഒരാൾ വന്ന് തട്ടി. ഇയാൾ ഉരുണ്ടുപടിഞ്ഞ് താഴേക്ക് വീണു. അതേ പൊടിയൊക്കെ തട്ടി എഴുന്നേറ്റ് ദേഷ്യത്തോടെ ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ? എനിക്ക് കണ്ണ് കാണാത്ത ആളാണ്, ഞാൻ അന്ധനാണ്, പക്ഷെ നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ? എന്റെ കയ്യിൽ കത്തിച്ചു പിടിച്ചിരിക്കുന്ന മെഴുകുതിരിയെങ്കിലും നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ദേഹത്ത് വന്ന് വീണ മനുഷ്യൻ പറഞ്ഞു, അല്ല സുഹൃത്തെ, താങ്കളുടെ കയ്യിൽ മെഴുകുതിരി ഉണ്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷെ അത് വെളിച്ചമില്ലായിരുന്നു, അണഞ്ഞു പോയിരുന്നു ആ മെഴുകുതിരി. അപ്പൊ ഈ മനുഷ്യൻ, അന്ധനായ മനുഷ്യൻ പറഞ്ഞു, അതെയോ? പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ, ഈ അന്ധനായ സഹോദരൻ, അദ്ദേഹത്തെ മുന്നോട്ട് സഞ്ചരിക്കുവാൻ പ്രേരിപ്പിച്ച വസ്തുത, അണയാത്ത തന്റെ കയ്യിൽ വെളിച്ചത്തോടു കൂടി നിലകൊള്ളുന്ന കത്തിച്ചു പിടിച്ച ഒരു മെഴുകുതിരി ഉണ്ട് എന്നുള്ള പ്രതീക്ഷ. ആ പ്രതീക്ഷയിലാണ് ആ മനുഷ്യൻ മുന്നോട്ട് പോയത്. യഥാർത്ഥത്തിൽ എന്റെയും നിങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. നമ്മുടെ കയ്യിൽ ഒരിക്കലും അണഞ്ഞു പോവാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ എല്ലാ അന്ധകാരങ്ങൾക്കും അപ്പുറം വെളിച്ചമായി പ്രകാശിക്കേണ്ടുന്ന, മെഴുകുതിരി വെട്ടത്തേക്കാൾ ഉജ്ജ്വലമായി പ്രകാശം പരത്തുന്ന ഒരു വെളിച്ചം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട് എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വെളിച്ചമാണ് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആൻ. നൂറ്, അത് പ്രകാശമാണ്. കിതാബും മുബീൻ, അത് സുവ്യക്തമായ രേഖകളാണ്. യഹ്ദി ബില്ല, ആ രേഖ ഉപയോഗിച്ച്, ആ വെളിച്ചം ഉപയോഗിച്ച് അല്ലാഹു നിങ്ങളെ, നമ്മെ സന്മാർഗത്തിലാക്കുന്നു. സൂറത്തുൽ മാഇദയിലെ വചനമാണ്. ഈ നൂറ് കയ്യിലുണ്ട് എന്ന ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് നാം ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? വിശുദ്ധ ഖുർആൻ ഒന്നാമതായി മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആൻ വെളിച്ചമാണ് എന്ന് തന്നെയാണ്. നമ്മൾ അല്ലാഹു വലിയുല്ലദീന ആമനു, അവൻ സത്യവിശ്വാസികളുടെ ആത്മമിത്രമാണ്, സത്യവിശ്വാസികളുടെ രക്ഷിതാവാണ് അല്ലാഹു. യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ, അല്ലാഹു സത്യവിശ്വാസികൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ? യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ, അന്ധകാരങ്ങളിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് മനുഷ്യനെ ആനയിക്കുന്നു, പ്രകാശത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നു എന്നതാണ്. വല്ലദീന കഫറു ഔലിയാഉഹും അത്താഗൂത്ത്, എന്നാൽ അവിശ്വാസികളാവട്ടെ, അവരുടെ കൂട്ടാളികൾ, അവരുടെ ഇഷ്ടക്കാർ താഗൂത്തുകളാണ്, പൈശാചികമായ ശക്തികളും പൈശാചികമായ മിത്രങ്ങളുമാണ്. യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ദുലുമാത്, ആ പൈശാചിക ശക്തികൾ എന്താണ് ചെയ്യുന്നത് അറിയുമോ? അവർ പ്രകാശത്തിൽ നിന്ന്, നൂറിൽ നിന്ന് അന്ധകാരങ്ങളിലേക്കാണ് നിങ്ങളെ ആനയിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പടച്ച തമ്പുരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ബോധപൂർവ്വം ഉപയോഗിച്ചൊരു പദമുണ്ട് പ്രിയമുള്ളവരെ, അദ്ദുലുമാത്. ദുലുമാത് എന്ന് പറഞ്ഞാൽ അന്ധകാരങ്ങളാണ്, അത് ബഹുവചന രൂപമാണ്. അതേസമയം അന്നൂർ, പ്രകാശം, അത് ഏകവചനമാണ്. ലോകത്ത് അന്ധകാരത്തിന്റെ, ഇരുട്ടിന്റെ, അധാർമികതയുടെ, അന്ധവിശ്വാസത്തിന്റെ, അന്ധക്കേടിന്റെ, അവിശ്വാസത്തിന്റെ ശക്തികൾ ഒരുപാടാണ്. നമ്മുടെ ചുറ്റുഭാഗത്തും അന്ധകാരങ്ങൾ മാത്രമാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ ആണയിട്ട് പറയും, വെളിച്ചം അതൊന്നു മാത്രമേ ഉള്ളൂ, പ്രകാശം അതൊന്നു മാത്രമേ ഉള്ളൂ. അന്ധകാരങ്ങൾ ഒരുപാടുണ്ടാവാം, ഇരുട്ടുകൾ ഒരുപാടുണ്ടാവാം, പ്രകാശം ഒന്ന് മാത്രമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നൂറുൻ വ കിതാബും മുബീൻ, വിശുദ്ധമായ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. നാം ഇവിടെ ആലോചിക്കുന്നത് ഈ വിശുദ്ധ ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നതാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വല്ല പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ, ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരമായി ഈ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ള വിനയപൂർവ്വമുള്ള ഒരു ചർച്ചയാണ്, ഒരു ചിന്തയാണ് നാം പരസ്പരം പങ്കുവെക്കുന്നത്. വിശുദ്ധ ഖുർആൻ പലതവണ ഓതി തീർത്തിട്ടുള്ളവരാണ് നമ്മൾ. ഒരുപാട് തവണ ഇപ്പോഴും പരിശുദ്ധമായ റമദാനിന്റെ അനുഗ്രഹത്തെ കാംക്ഷിച്ചുകൊണ്ട് ഒരുപാട് തവണ ഖത്തം തീർത്തുണ്ടാവാം. ഖത്തം തീർക്കുവാനുള്ള തത്രപ്പാടിലാണ്, അത് വളരെ നല്ലതാണ്, അനുഗ്രഹീതവും പ്രതിഫലാർഹവും തന്നെയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനാകുമ്പോൾ
ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസത്തിന്റെ സവിശേഷത കുടികൊള്ളുന്നത് പോലും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതിനാണല്ലോ. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്ന കാരണത്താൽ ഫമൻ ശഹിദ മിൻകും ശഹ്റ, ഫ എന്ന് പറഞ്ഞാൽ അവിടെ ഫാഉ സബബിയ എന്ന് ഗ്രാമറിൽ പറയും, കാരണത്തിന്റെ ഫ എന്നാണ് പറയാ. വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടു എന്ന കാരണത്താൽ ശഹിദ മൻ ശഹിദ മിൻകും ശഹ്റ ഫലയസും, ഈ റമദാനിൽ സന്നിഹിതരാകുന്നവർ, ജീവിച്ചിരിക്കുന്നവർ നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ പോലും പറയുന്നത്. അതുകൊണ്ട് ഖുർആൻ പാരായണവും ഖുർആൻ പഠനവും ഖുർആൻ അനുബന്ധിച്ചുള്ള ചർച്ചകളും ചിന്തകളും പ്രതിഫലാർഹം തന്നെയാണ്. പക്ഷേ നാളുകളായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന പഠിക്കുന്ന ആളുകളാണ് നമ്മൾ. പലപ്പോഴും വിശുദ്ധ ഖുർആനെ ഹൃദയത്തെ തൊടും വിധം പാരായണം ചെയ്യുവാനും പഠിക്കുവാൻ നാം ശ്രമിക്കുന്നില്ല എന്നതാണ്. ഒന്നുകൂടി പറയാം, വിശുദ്ധ ഖുർആനെ നമ്മുടെ ഹൃദയത്തെ തൊടുന്ന വിധത്തിൽ പാരായണം ചെയ്യുവാനും പഠിക്കുവാനുമുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നതാണ്. പരിശുദ്ധ ഖുർആൻ അതിന്റെ അർത്ഥവും ആശയവും അറിയാതെ കേവലം ഒരു പാരായണ ഗ്രന്ഥമല്ല എന്ന തിരിച്ചറിവുണ്ടാവുകയും ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ലോകത്തെ മഹത്തായ ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യത്തിൽ വിശുദ്ധ ഖുർആൻ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുമുള്ള തിരിച്ചറിവാണ് വിശുദ്ധ ഖുർആന്റെ വ്യക്താക്കളായ നമുക്കെങ്കിലും കുറഞ്ഞപക്ഷം ഉണ്ടാവേണ്ടത്. ഒക്കെ നമ്മൾ ഇതുപോലൊരു റമദാനിൽ കരാളഭീകരമായ കറുത്ത കൂരിട്ടുള്ള രാത്രിയിൽ ഹിറാ ഗുഹയിൽ അല്ലാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന 40 ഇരിക്കുമ്പോൾ അവിടെയാണ് ഭീകരമായ ഒരു സ്വപ്നം, ഒരു ഭീകരമായ രൂപം പ്രത്യക്ഷപ്പെട്ട് മുഹമ്മദിനെ നെഞ്ചോട് ചേർത്ത് അമർത്തിപ്പിടിച്ച്, തഫ്സീറിലൊക്കെ പറയാം, മുഫസ്സിറുകളൊക്കെ പറയും, പ്രവാചകന്റെ നെഞ്ചെല്ല് പൊട്ടിപ്പിളർന്നു പോകുമാറ് അമർത്തിപ്പിടിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, അബ്ശിർ യാ മുഹമ്മദ്, ഓ മുഹമ്മദേ നീ സന്തോഷിച്ചു കൊള്ളുക, നീ സന്തോഷിച്ചു കൊള്ളുക, അന ജിബ്രീൽ, ഞാനാകുന്നു ജിബ്രീൽ. തൗറാത്തിൽ പറയപ്പെടുന്ന, ഇഞ്ചിയിൽ പറയപ്പെടുന്ന ജബ്രായിൽ എന്ന് പറയുന്ന മാലാഖയാകുന്ന ജിബ്രീൽ ഞാനാകുന്നു. വഅൻത റസൂലുള്ളാഹ്, നീ അല്ലാഹുവിന്റെ ദൂതനാണ്, വനബിയ്യുഹു, അവന്റെ പ്രവാചകനുമാണ്, ഇലാ ഹാദിഹിൽ ഉമ്മ ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരെ നിലനിൽക്കുന്ന മനുഷ്യ സമൂഹത്തിന്, മനുഷ്യ സമുദായത്തിന് പ്രവാചകനായി താങ്കൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രഖ്യാപനം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നൽകുന്നത് ഇതുപോലൊരു റമദാനിന്റെ രാത്രിയിലാണ് നമുക്കറിയാം. ഒരുപക്ഷെ പ്രപഞ്ചം നടുങ്ങിപ്പോയ ഒരു പ്രഖ്യാപനമാണത്. വാനലോകത്തെ സാക്ഷി നിർത്തി, ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തി, പ്രപഞ്ചത്തെ സാക്ഷി നിർത്തി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, വഅൻത റസൂലുള്ളാഹ്, നീ അല്ലാഹുവിന്റെ ദൂതനും നബിയുഹു, അവന്റെ പ്രവാചകനുമാണ്. എന്നിട്ടാണ് പ്രിയമുള്ളവരെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് ചൊല്ലിക്കൊടുക്കുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചതിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ പാരായണം ചെയ്യുക, നീ വായിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലിക്കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ വേദത്തിന്റെ ആദ്യ സാരം, ആദ്യ സൂക്തം അവതീർണമാവുകയാണ്. ഒരുപക്ഷെ നമ്മൾ പലവരും കേട്ട സന്ദർഭമാണ്, കേട്ട കാര്യങ്ങളാണ്, 1000 തവണ 1000 പ്രാവശ്യം വായിക്കുന്ന കേട്ട സംഗതികൾ തന്നെയാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ വസ്തുതകളെ വസ്തുതകളായി വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അന്ന് വായനയുടെ ലോകത്തല്ല മനുഷ്യർ ജീവിക്കുന്നത്, നമുക്കറിയാം. അന്ന് വായനയുടെ ലോകത്തല്ല മനുഷ്യർ ജീവിക്കുന്നത്. കേവലം സങ്കല്പങ്ങളുടെ, കെട്ടുകഥകളുടെ, ജൽപ്പനങ്ങളുടെ, ഊഹങ്ങളുടെ, ഭാവനകളുടെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ, 100ൽ 1% പോലും സാക്ഷരതയില്ലാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത, എഴുത്തും വായനയും ഇല്ലാത്ത ഒരു സമൂഹം. അവിടെയാണ് വിശുദ്ധ ഖുർആൻ വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക, മനനം ചെയ്യുക, ഗവേഷണം നടത്തുക, നിങ്ങൾ മനസ്സിലാക്കുക എന്ന് ആ സമൂഹത്തെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വേദത്തിന്റെ വേദസാരത്തിന്റെ 1ാമത്തെ വചനം അവതീർണമാക്കുന്നത്. ആ കാലം മുതൽ ഈ നിമിഷം വരേക്കും, ഈ കാലം വരേക്കും, ഇനി മുതലുള്ള കാലത്തേക്കും ലോകത്തെ വലിയ ഒരു പ്രഖ്യാപനമായി വിശുദ്ധ ഖുർആൻ അറിയിക്കുകയാണ്, ഇഖ്റ, നീ വായിക്കുക, നീ പഠിക്കുക, നീ മനസ്സിലാക്കുക. അങ്ങനെ കാലം അട്ടിമറിക്കപ്പെടുകയാണ്, കാലം തകിടം മറിക്കപ്പെടുകയാണ്. മാനവ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വലിയ ഒരു ലോകക്രമം തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ആ സൂറത്തിന്റെ ആദ്യത്തെ സൂക്തങ്ങളാണ് ഇപ്പോൾ നാം എത്തി നിൽക്കുന്ന ഈ സൈബർ യുഗത്തിൽ, നമ്മുടെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നാം ഇപ്പോൾ എത്തി നിൽക്കുന്നതും
ഇനി എത്രയോ വരാനിരിക്കുന്ന സാങ്കേതിക വിദ്യകൾക്കും വികസനത്തിന്റെ, ജ്ഞാനത്തിന്റെ, ചിന്തയുടെ, അഭിവൃദ്ധിയുടെ അനന്തമായ പുതിയ കാലഘട്ടത്തിലേക്ക്, അഭിവൃദ്ധിയുടെ പുതിയ കാലഘട്ടത്തിലേക്ക്, അങ്ങനെ ഒരു വലിയ ലോകക്രമത്തിന് നാന്ദി കുറിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഖ്റ ബിസ്മി ഓതി കൊടുക്കുന്നത്. ആ ഇഖ്റയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് പ്രിയമുള്ളവരെ ലോകം ഇന്നോളം ഈ കാണുന്ന വിധത്തിൽ ഇനിയും വരാനിരിക്കുന്ന അനന്തമായ കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന വികസനങ്ങളും അഭിവൃദ്ധിയും നാം കാണുന്നത് വിശുദ്ധ ഖുർആന്റെ ഈ സൂക്തത്തിലൂടെയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ നാം ഒന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. പ്രവാചകന്റെ കാലത്തിന് ശേഷം മുന്നിലേക്ക് ചിന്തിക്കുന്നതിന് പകരം പിന്നിലോട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ ജുഗുപ്സാവഹമായ ഒരു കാലഘട്ടം അല്ലേ? ചരിത്രത്തിൽ എവിടെയും വിപ്ലവാത്മകമായ ഒരു വെളിച്ചം കാണുക സാധ്യമല്ല. എവിടെയും അത്തരം ഒരു വെളിച്ചം നാം കാണുന്നില്ല. നൂഹ് പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം മുതൽ ചരിത്രത്തിലെ കാലമായി ചേടുകൾ പരിശോധിച്ചാൽ നന്മ തിന്മകൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ കാണാം. പിന്നീട് നൂഹ് നബിക്ക് ശേഷമുള്ള പ്രവാചകന്മാരെ പരിശോധിക്കും നമ്മൾ. ആ പ്രവാചകന്മാർ മുഴുവൻ വരുന്നത് വലിയ വലിയ പട്ടണങ്ങളിലോ വലിയ രാജ്യത്തോ ലോകത്തോ അല്ല, ചെറിയ കൊച്ചു ഭൂപ്രദേശങ്ങളിലാണ്, മലയിടുക്കുകളിലാണ്, താഴ്വാരങ്ങളിലാണ്. ആ പ്രവാചകന്മാർക്കൊക്കെയും അതുപോലെ തന്നെ വലിയ ഒരു ലോകത്തെ മാറ്റുവാനുള്ള ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നില്ല. അവർ ജീവിക്കുന്ന ലോകത്തെ സംഭവവികാസങ്ങളെ മാത്രം അഭിമുഖീകരിച്ചുകൊണ്ട് ചെറിയ കൽപ്പനകളും ചെറിയ നിർദ്ദേശങ്ങളും മാത്രമാണ് ആ പ്രവാചകന്മാരെ മുന്നിലുണ്ടായിരുന്നത്. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നില്ല. പ്രവാചകന്റെ അവസ്ഥ അങ്ങനെയായിരുന്നില്ല. വിശുദ്ധ ഖുർആൻ തന്നെ വലിയ ഒരു ജീവിത യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്റെ ഒന്നാമത്തെ സൂക്തം ഇറങ്ങി, അലക്കിന്റെ ആദ്യത്തെ വരികൾ ഇറങ്ങി, അവിടുന്ന് കൃത്യം 40 ദിവസത്തിന് ശേഷമാണ് അടുത്ത വഹി വരുന്നത്. നമുക്കറിയാം 40 ദിവസത്തിന് ശേഷമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തണുപ്പുള്ള രാത്രിയിൽ പുതച്ചു മൂടി കിടക്കുമ്പോൾ 40ാമത്തെ ദിവസം ആ രാത്രിയിൽ അടുത്ത വചനം ഇറങ്ങിയാണ്. സൂറത്തുൽ മുദ്ദസ്സിറിന്റെ ആദ്യ ഭാഗം. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനൻ തസ്തക്സിർ വലിറബ്ബിക ഫസ്ബിർ. ഈ സൂക്തങ്ങൾ അവതരിപ്പിക്കപ്പെടുകയാണ്. വലിയ ഒരു ഉത്തരവാദിത്തത്തെ പ്രവാചകനെ വിളിച്ചുകൊണ്ട് അല്ലാഹു ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു പുതിയ ലോകക്രമത്തെ സൃഷ്ടിക്കുവാൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരു പ്രവാചകൻ പുതപ്പിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയല്ല. താങ്കൾ എഴുന്നേൽക്കൂ എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ കേവലം അക്ഷരങ്ങൾ കൊണ്ട് ഇന്ദ്രജാലം തീർക്കുന്ന മഹാത്ഭുതമാണ്. കേവലം അക്ഷരങ്ങൾ കൊണ്ട് ഇന്ദ്രജാലം തീർക്കുന്ന മഹാത്ഭുതമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഖും എന്ന 2 അക്ഷരമാണ്. ഖും, താങ്കൾ എഴുന്നേൽക്കൂ. ആ 2 അക്ഷരത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗത്തേക്ക് ഇറങ്ങുകയും ഒരു നവലോകക്രമത്തെ സൃഷ്ടിക്കപ്പെടുകയുമാണ്. പുതിയ ഒരു നാഗരികത രൂപപ്പെട്ടു. വിശുദ്ധമായ ഒരു ജനത, ഒരു സമൂഹം രൂപകൽപ്പന ചെയ്യപ്പെട്ടു. അവർ ലോകത്തോളം വാനത്തോളം ഉയർന്നു. അവർ ആകാശം മുട്ടെ വളർന്നു. അവരെ സംബന്ധിച്ച് അല്ലാഹു തആല തന്നെ പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറദു അൻ. അല്ലാഹുവിനാൽ തൃപ്തിപ്പെട്ട ഒരു സമൂഹം, അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്ന ഒരു സമൂഹം. ഈ റിദാ എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്തെന്നറിയോ? റിദാ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും തൃപ്തി. തൃപ്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മതിയാകുന്ന അവസ്ഥക്കാണ് തൃപ്തി എന്ന് പറയാം. എനിക്ക് മതിയാകുന്ന അവസ്ഥക്കാണ് തൃപ്തി എന്ന് പറയാം. എനിക്ക് അല്ലാഹു മതി എന്നൊരു അവസ്ഥയുണ്ട്. അല്ലാഹു എന്നെ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥക്കാണ് മർദിയത്തിന്റെ മർത്തമെന്ന് പറയാം. ഈ സ്വഹാബത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ലോകത്തോളം ആകാശം മുട്ടെ ഉയർന്നെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ മർദിയത്തിന്റെ പദവിയിലേക്ക് ഉയർന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ലോകത്ത് ഒരു പുതിയ വെളിച്ചം രൂപപ്പെടുകയാണ്. ലോകം അന്നോളം അനുഭവിച്ചതും പിന്നീട് ഉണ്ടായിട്ടുള്ളതും വരാൻ പോകുന്നതുമായ യുഗയുഗാന്തരങ്ങൾ അഭിവൃദ്ധിക്കാൻ പോകുന്നതുമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ അതാണ് ലോകത്ത് വരുത്തുന്ന വിപ്ലവം എന്ന് പറയുന്നത്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഖുർആന്റെ അഭിസംബോധനയാണ്. ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫലഫ്റഹു. ഓ മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും, നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള മൗഇദത്ത്, സദുപദേശം, വഅദ് അവതരിക്കപ്പെടുകയാണ്, വന്നിറങ്ങിയിരിക്കുകയാണ്. വശിഫാഉ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ള എല്ലാത്തരം മാനസികമായ വിഭ്രാന്തികൾക്കും
മാനസികമായ രോഗങ്ങൾക്കും ഹൃദയത്തെ മലീമസമാക്കുന്ന, ഹൃദയത്തെ രോഗാതുരമാക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ശമനമായി ഇതാ വിശുദ്ധ ഗ്രന്ഥം അല്ലാഹു നിങ്ങൾക്ക് അവതരിപ്പിക്കുകയാണ്. വഹുദൻ, അത് നിങ്ങൾക്കുള്ള സന്മാർഗമാണ്. വറഹ്മ, അത് നിങ്ങൾക്കുള്ള കാരുണ്യമാണ്. മുഅ്മിനീൻ, വിശ്വാസികൾക്കുള്ള കാരുണ്യമാണ്. ഖുൽ, നബി അവരോട് പറയണം, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അവന്റെ കാരുണ്യത്താൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഫലഫ്റഹു, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ, നിങ്ങൾ ശേഖരിക്കുന്നവയിൽ വെച്ച്, നിങ്ങൾ സമ്പാദിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഈ വിശുദ്ധ ഗ്രന്ഥമാണ് എന്ന് അവരോട് നിങ്ങൾ പറയണം. പ്രവാചകരെ, നമ്മുടെ ജീവിതത്തിന്റെ നമ്മൾ ഭൗതികമായും അല്ലാതെയും സമ്പാദിക്കുന്ന ഏത് വിഷയത്തിന്റെയും മുമ്പിൽ വെക്കാവുന്ന, എന്ന് പറഞ്ഞാൽ ഖുർആനിന് പകരം വെക്കാവുന്ന ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ അറബിയിൽ ഒരു ടെർമിനോളജി ഉണ്ട്, നജാസത്തുൽ ഇൽം, അറിവിന്റെ മാലിന്യം എന്നാ പറയാ. നജാസത്തുൽ ഇൽം, അറിവിലെ മാലിന്യം. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഉണ്ട്. നമ്മൾ അറിയുന്നതും നമ്മൾ പഠിച്ചതും നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതുമായ നാം സ്വായത്തമാക്കുന്ന, സ്വാംശീകരിക്കുന്ന സകലമായ ഇൽമുകളിലും അറിവുകളിലും നജാസത്തുണ്ട്, മാലിന്യമുണ്ട്. അത് വിശദീകരിക്കേണ്ട ഭാഗമാണ്, അവിടേക്ക് പോകുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഏറ്റവും പ്യുവറായിട്ടുള്ള ശുദ്ധമായ ഇൽമ് ഏതെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ ഗ്രന്ഥമാണ്, വിശുദ്ധ ഖുർആൻ. എന്തുപോലെ? സൂര്യന്റെ പ്രഭ പോലെ, സൂര്യന്റെ പ്രകാശത്തെ പോലെ, ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ പോലെ, അമ്മയുടെ അമ്മിഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിലെ പ്യുവറായിട്ടുള്ള ഇൽമുൻ സാഫി എന്ന് പറയുന്നത്, പ്യുവറായിട്ടുള്ള ശുദ്ധമായ അറിവ് എന്ന് പറയുന്നത് അത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അറിവാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവിന്റെ, ദൈവത്തിന്റെ വഹിയാണ് എന്നതാണ് അതിന്റെ കാരണം. അത്രമാത്രം ശുദ്ധമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ ഖുർആനെ പകരം വെക്കാൻ മറ്റൊന്നുമില്ല. ഈ ഖുർആൻ എന്റെ റബ്ബ് എന്നോട് എന്താണ് പറയുന്നത് എന്ന് നാം അറിയേണ്ടതല്ലേ? എന്താണ് എന്റെ റബ്ബിന് എന്നോട് പറയുവാനുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ അങ്ങനെ അറിയുവാനുള്ള ആത്മാർത്ഥമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണ്ടേ? പൂർവികന്മാരൊക്കെ പറയാറുണ്ട്, വിശുദ്ധ ഖുർആൻ അത് വായിച്ച് വിടുകയല്ല വേണ്ടത്, വായിച്ചെടുക്കുകയാണ് വേണ്ടത്. ആവർത്തിക്കാം, വായിച്ച് വിടുകയല്ല വേണ്ടത്, ഖുർആൻ വായിച്ചെടുക്കുകയാണ് വേണ്ടത് എന്ന് പറയാൻ. നമ്മൾ ഈ ഉമ്മത്ത് ചരട് പൊട്ടിയ മാല കണക്കെ ഉമ്മത്തിന്റെ മേൽ, സമുദായത്തിന്റെ മേൽ, സമൂഹത്തിന്റെ മേൽ, ഇസ്ലാമിക സമൂഹത്തിന്റെ മേൽ, ഇസ്ലാമിക സമാജത്തിന്റെ മേൽ വന്നു ഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നാം കാണുന്നില്ലേ? ഒന്നിനു പുറകെ ഒന്നായി, അത് രാഷ്ട്രീയപരമായും മതപരമായും ഭൗതികമായും ആത്മീയമായും ഒക്കെയും ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ലേ? യഥാർത്ഥത്തിൽ അതിന്റെ മൂല കാരണമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ കേന്ദ്രീകൃതമാകുന്ന ഒരു സമുദായം, വിശുദ്ധ ഖുർആൻ കേന്ദ്രീകൃതമായി പരിവർത്തിപ്പിക്കപ്പെടുന്ന സമുദായം വിശുദ്ധ ഖുർആൻ കേന്ദ്രീകൃതമാകുന്നതിൽ നിന്ന് മാറിപ്പോയി എന്നതാണ്. മനസ്സിലായില്ല? നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ വ്യക്തി ജീവിതമാണെങ്കിലും, നമ്മുടെ കുടുംബ ജീവിതമാണെങ്കിലും, നമ്മുടെ സാമൂഹ്യ ജീവിതമാണെങ്കിലും, നമ്മുടെ പൊതുജീവിതമാണെങ്കിലും, നമ്മുടെ സാമ്പത്തിക മേഖലയാണെങ്കിലും, സാമൂഹ്യ മേഖലയാണെങ്കിലും, നമ്മുടെ രാഷ്ട്രീയ കാര്യമാണെങ്കിലും എല്ലാം വിശുദ്ധ ഖുർആൻ കേന്ദ്രീകൃതമാകുന്ന ഒരു സംസ്കാരം ഈ സമുദായത്തിൽ ഉണ്ടായിരുന്നു, വിശ്വാസ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ മാറി എന്നുള്ളതാണ്. നോക്കൂ, നമ്മൾ ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, നമുക്കറിയാവുന്ന വചനങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഗ്രന്ഥം, തീർച്ചയായിട്ടും ഈ വിശുദ്ധ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, നിങ്ങളെ, നമ്മെ ഏറ്റവും കൃത്യമായ ശരിയിലേക്ക് നയിക്കുന്നു, ഏറ്റവും കൃത്യമായ ശരിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു എന്നതാണ്. ലോകത്ത് ഒരുപാട് ശരികളുണ്ടാകും, ശരികൾ എമ്പാടുമുണ്ടാകും. പക്ഷെ വിശുദ്ധ ഖുർആന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആൻ ചെയ്യുന്ന ധർമ്മം എന്ന് പറയുന്നത് നിങ്ങളെ, നമ്മെ ഏറ്റവും കൃത്യമായ ശരിയിലേക്ക് നയിക്കുന്നു എന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നമ്മൾ ഇടപെടുന്ന, നമ്മൾ വ്യവഹരിക്കുന്ന ഏത് മേഖലയിലും ട്രാക്ക് തെറ്റിപ്പോകാതെ ശരിയായ ട്രാക്കിലൂടെ നയിക്കുന്നു വിശുദ്ധ ഖുർആൻ എന്നതാണ് നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളിലും വിശുദ്ധ ഖുർആനോട് അഭിപ്രായം ചോദിക്കുന്ന ഒരു സംസ്കാരം. എന്താണ് എന്റെ റബ്ബ് എന്നോട് ആ വിഷയത്തിൽ പറയുന്നത്? എന്റെ റബ്ബിന് എന്താണ് എന്നോട് പറയാനുള്ളത്? വിശുദ്ധ ഖുർആന്റെ അഭിപ്രായം എന്താണ്? അങ്ങനെ അഭിപ്രായം ചോദിക്കുന്ന, ഖുർആനോട് അഭിപ്രായം ചോദിക്കുന്ന, ഖുർആനോട് സമീപനം ചോദിക്കുന്ന, ഖുർആനോട് ഫത്വ ചോദിക്കുന്ന ഒരു സംസ്കാരം ഈ സമുദായം, ഈ സമൂഹം വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഖുർആനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ വിഷയത്തിലും ഖുർആന്റെ അഭിപ്രായം എന്താണ്?
നമ്മുടെ ചർച്ചകൾ പലപ്പോഴും ദിശ മാറിപ്പോകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം പറഞ്ഞില്ലേ, നിങ്ങൾ മുറുകെ പിടിക്കേണ്ട രണ്ട് കാര്യം. അതിൽ ഒന്നാമത് കിതാബുള്ളയാണ്. നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വഴിപിഴക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ വിശുദ്ധ ഖുർആന്റെ അഭിപ്രായം അനുസരിച്ച് ജീവിക്കുവാനും വിശുദ്ധ ഖുർആന്റെ അഭിപ്രായം അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും റസൂലിന്റെ വസിയ്യത്ത് സ്വീകരിക്കാതെ പോയതുകൊണ്ടാണ്. ആണല്ലോ, നമ്മൾ ഒന്നുകിൽ നമ്മൾ വ്യതിചലിച്ചു പോകും, പരമമായ സ്വാതന്ത്ര്യത്തിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ പുതുസായിട്ട് പോകും. അതുകൊണ്ട് സത്യവിശ്വാസ സമൂഹം അവന്റെ എല്ലാ കാര്യങ്ങളിലും വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യം എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിലെ സമുദായത്തിലെ അക്കാഡമിസ്റ്റുകൾ, വിദ്യാഭ്യാസ വിദഗ്ധന്മാർ, പ്രവർത്തകന്മാർ, അവർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ, വിദ്യാഭ്യാസ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആന്റെ മൂല്യത്തിന്റെ വെളിച്ചത്തിലായിരിക്കണം ആ പ്രവർത്തനങ്ങളെ അവർ ക്രമീകരിക്കേണ്ടതും ചുറ്റപ്പെടുത്തേണ്ടതും. അങ്ങനെ ഓരോ മേഖലയിലും നമ്മുടെ സയന്റിസ്റ്റുകൾ, ശാസ്ത്രകാരന്മാർ അവരവരുടെ ലാബുകളിൽ സൂക്ഷ്മ നിരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തുമ്പോൾ അല്ലാഹുവിന്റെ വഹദാനിയത്തും റബ്ബിന്റെ ഏകത്വവും തൗഹീദും തിരിച്ചറിയാൻ പറ്റുന്ന വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവരുടെ പരീക്ഷണങ്ങൾ നടത്തേണ്ടത്. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനവും അങ്ങനെ തന്നെ ആയിരിക്കണം. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വിശുദ്ധ ഖുർആന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ, എന്റെ സമീപനങ്ങളും നിലപാടുകളും പാളിപ്പോകുന്നുണ്ടോ എന്ന് വിശുദ്ധ ഖുർആൻ തുറന്നു വെച്ചുകൊണ്ട് പരിശോധിക്കുവാനുള്ള ഒരു സംസ്കാരം നമുക്കുണ്ടാവണം. അങ്ങനെ നമ്മുടെ എഴുത്തുകളായിരുന്നാലും, നമ്മുടെ പാട്ടെഴുത്താണെങ്കിലും, കഥയെഴുത്താണെങ്കിലും, നോവലെഴുത്താണെങ്കിലും അതുകൊണ്ടാണല്ലോ നമ്മുടെ പാട്ടെഴുത്തുകാരൊക്കെ, ഇസ്ലാമിലെ പാട്ടെഴുത്തുകാരൊക്കെ പാട്ടെഴുതി വരുമ്പോ അതൊരു പക്ഷേ അള്ളാഹുവിന് തൃപ്തികരമല്ലാത്ത, ദീനിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത മ്ലേച്ഛകരമായ വരികളൊക്കെ ആയി പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനോട് അഭിപ്രായം പറഞ്ഞുകൊണ്ട് എഴുതാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ്. വിശുദ്ധ ഖുർആന്റെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് എഴുതാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ്. നമ്മുടെ വ്യാപാരികൾ, ബിസിനസ്സുകാർ, കച്ചവടക്കാർ, അവർ കച്ചവട മേഖലയിൽ അള്ളാഹു വിശുദ്ധ ഖുർആൻ പ്രൊമോട്ട് ചെയ്യുന്ന കച്ചവടം എന്താണെന്നും എത്ര ലാഭമെടുക്കാമെന്നും എന്തൊക്കെ ലാഭമെടുക്കാമെന്നും ഏതൊക്കെ കച്ചവടം ചെയ്യാമെന്നും ഒക്കെ ഖുർആന്റെ മൂലം തിരിച്ചറിയാൻ സാധിക്കുകയും അങ്ങനെ വിശുദ്ധ ഖുർആന്റെ മൂലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം അഭിമുഖീകരിക്കുന്ന ഏത് കാര്യത്തിലും ഖുർആനോട് ചോദിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടാകും. ഖുർആൻ ഒരാവർത്തി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പ്രവാചകരെ താങ്കളോട് അവർ ചോദിക്കുന്നു. താങ്കളോട് പ്രവാചകരെ അവർ ചോദിക്കുന്നു. താങ്കളോട് അവർ ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചാൽ പ്രവാചകരെ താങ്കൾ അവർക്ക് ഇങ്ങനെ മറുപടി പറഞ്ഞു കൊടുക്കണം. അത് ഖുർആന്റെ മറുപടിയാണ്. ചന്ദ്രന്റെ വൃത്തിക്ഷേത്രത്തെ സംബന്ധിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. നബിയെ, താങ്കളോട് അവർ ചോദിച്ചാൽ താങ്കൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അത് ഹജ്ജ് പോലെയുള്ള ആരാധനാ കർമ്മങ്ങൾക്ക് കാലഘടനക്കുള്ളതാണ്. ചന്ദ്രന്റെ വൃത്തിക്ഷയം എന്ന് പറഞ്ഞു കൊടുക്കണം. പ്രവാചകരെ അവർ താങ്കളോട് ചോദിക്കുന്നു, എന്താണ് ഞങ്ങൾ ചിലവഴിക്കേണ്ടത്, ധർമ്മം ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. നബിയെ പറഞ്ഞു കൊടുക്കണം. ഖുർആന്റെ അഭിപ്രായം സഹാബികൾ ആരായുകയാണ്. വിശുദ്ധമായ മാസങ്ങളെ സംബന്ധിച്ച് താങ്കളോട് അവർ ചോദിക്കുന്നു. ചൂതാട്ടത്തെ സംബന്ധിച്ചും മദ്യപാനത്തെ സംബന്ധിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. അനാഥകളെ സംബന്ധിച്ച്, അവരോടുള്ള കടമകളെ സംബന്ധിച്ച്, ബാധ്യതകളെ സംബന്ധിച്ച്, അവരുടെ പുനരധിവാസത്തെ സംബന്ധിച്ച് പ്രവാചകരെ താങ്കളോട് അവർ ചോദിക്കുന്നു. താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ആർത്തവരക്തത്തെ സംബന്ധിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. താങ്കൾ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരു പിടി സൂക്തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ കടന്നാൽ നമുക്ക് മനസ്സിലാകും. അവിടെയെല്ലാം പ്രവാചകരെ താങ്കൾ അവരോട് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തോട് അഭിപ്രായം ചോദിക്കുന്ന, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ എന്റെ റബ്ബിന്റെ വിധി എന്താണ്, അള്ളാഹുവിന്റെ തീരുമാനം എന്താണ്, വിശുദ്ധ ഖുർആൻ ആവിഷ്കരിക്കുന്നത് എന്താണ്, ഖുർആനിന്റെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആർത്തവത്തെ സംബന്ധിച്ച് അവർ താങ്കളോട് വന്ന് ചോദിക്കുന്നു. ആർത്തവകാരികളായ സഹാബി വനിതകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് ആർത്തവത്തെ സംബന്ധിച്ച്. ഞാൻ പറഞ്ഞു വരുന്നത് വിഷയത്തിന്റെ വൈവിധ്യത്തെ സംബന്ധിച്ച ഏത് കാര്യമാണെങ്കിലും, അത് വിശ്വാസപരമായ കാര്യമാണെങ്കിലും, ആരാധനാപരമായ കാര്യമാണെങ്കിലും, അനുഷ്ഠാനപരമായ കാര്യമാണെങ്കിലും, ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന സാരവും നിസ്സാരവുമായ
ലഘുവും ഗുരുവുമായ സകലമായ സംഗതികളും വിശുദ്ധ ഖുർആൻ കേന്ദ്രീകൃതമാക്കി ട്രാക്കിലെത്തി പോകാതിരിക്കാൻ വിശുദ്ധ ഖുർആനോട് ചോദിക്കുന്ന ഒരു സംസ്കാരം പൂർവികന്മാർക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഖുർആന്റെ മൂല്യം ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുവാൻ സാധിക്കുകയുള്ളൂ. നാം ആലോചിക്കുന്നത് ഖുർആൻ ചർച്ച ചെയ്യാത്ത ഏത് വിഷയമാണ്? ആകാശത്തിന് ചുവടെ ഭൂമിക്ക് മീതെ ഉണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നമ്മൾ ഈ ഭൂമിയിൽ പറന്നു വീഴുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി സംസാരിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ, അല്ലേ? നമ്മൾ ഈ ഭൂമിയിൽ പറന്നു വീഴുന്നതിന് മുമ്പ് നമുക്കുള്ള ബാധ്യതകളും നമുക്കുള്ള അവകാശങ്ങളും എന്താണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മാതാക്കൾ അവരുടെ മക്കളെ 2 വർഷം മുല കൊടുക്കണം. കുഞ്ഞിന്റെ അവകാശ പ്രഖ്യാപനം നടത്തിയ വിശുദ്ധ ഖുർആൻ. നാം ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ പറന്നു വീഴുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിന് വേണ്ടി സംസാരിക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആൻ, ഇല്ലേ? മാതാപിതാക്കളുടെ അവകാശത്തിന് വേണ്ടി വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന വിശദീകരിച്ചു പോകുന്നില്ല. അങ്ങനെ മാതാപിതാക്കൾക്ക് വേണ്ടി വാർദ്ധക്യത്തെ പരിഗണിക്കുന്ന, വാർദ്ധക്യത്തെ താലോലിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ലോകത്ത് വൃദ്ധദിനമുണ്ട്, നമുക്കറിയാമല്ലോ, ലോക വൃദ്ധദിനമുണ്ട്. പക്ഷെ അത് ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകമായ ആലോചനയുടെ ഭാഗമായി നമ്മൾ ഉണ്ടാക്കിയതാണ്. അതിനും എത്രയോ കാലങ്ങൾക്കപ്പുറം, അതിനും എത്രയോ വർഷങ്ങൾക്കപ്പുറം വൃദ്ധജനങ്ങളുടെ അവകാശത്തിന് വേണ്ടി വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവരുടെ അവകാശത്തിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ബി മസ്റബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. അല്ല, ആ മലമ്പാത നീ താണ്ടി കടന്നിട്ടില്ല, നിനക്ക് താണ്ടി കടക്കാൻ കഴിയില്ല. ഫലഖതഹമൽ അഖബ, ആ മലമ്പാത ഏതെന്നറിയുമോ? ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ, അടിമത്ത മോചനമാണ്. ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ബി മസ്റബ, ആവശ്യമുള്ള പട്ടിണിയുടെ നാളിൽ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കലാണത്, അനാഥകളെ സംരക്ഷിക്കലാണത്, പാവപ്പെട്ടവരെ സഹായിക്കലാണത്. അങ്ങനെ ജീവിതത്തിലെ പ്രയാസം അനുഭവിക്കുന്ന, നിരാലംബരായ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പട്ടിണിപ്പാവങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ സംസാരിക്കുന്നതിന് മുമ്പേ സംസാരിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യനെന്ന നിലക്ക്, വ്യക്തി എന്ന നിലക്ക്, സമൂഹം എന്ന നിലക്ക്, കുടുംബം എന്ന നിലക്ക് എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അങ്ങനെ നോക്കിയാൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ സംസാരിക്കാത്ത, വിശുദ്ധ ഖുർആൻ ഇടപെടാത്ത ഏത് മേഖലയാണ് നമുക്കുള്ളത്? മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വിശുദ്ധ ഖുർആൻ കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന ഈ മൂല്യത്തെ ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഒരുപാട് പഠന പ്രക്രിയകളുണ്ട്, പഠിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. പുതിയ കാലഘട്ടത്തിൽ ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ഒരു മെന്ററിന്റെ, ഒരു ട്യൂട്ടറിന്റെ സഹായമില്ലാതെ തന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമുക്ക് കഴിയുന്നു. പക്ഷെ പലപ്പോഴും വിശുദ്ധ ഖുർആന്റെ പഠനം, ഞാൻ അടിവരയിട്ട് പറയുന്നു, വിശുദ്ധ ഖുർആന്റെ പഠനം കേവലം അക്കാദമികമായി പോകുന്നു എന്നതാണ്. അക്കാദമികമായി പോവുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കും, പരീക്ഷ എഴുതും, റാങ്ക് വാങ്ങും, സമ്മാനം നേടും, ഒക്കെ ശരിയാണ്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആന്റെ ഈ മൂല്യത്തെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സംസ്കാരം ആ പഠനത്തിലൂടെ സാധ്യമാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരു പഠിതാവിന് മനഃശാന്തി ഉണ്ടാവും, ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവും. ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും അങ്ങനെ കഷ്ടപ്പാടിന്റെ, ബുദ്ധിമുട്ടിന്റെ, ആത്മസംഘർഷങ്ങളുടെ നെരിപ്പോടിൽ അമരുമ്പോൾ ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് സമാധാനമായിട്ട് ഉണ്ടാവട്ടെ, സമാധാനമായിട്ട് വരേണ്ടതല്ലേ? നോക്കൂ, നമ്മൾ ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖ, ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആൻ, ഈ ഖുർആനെ നാം നിനക്ക് അവതരിപ്പിച്ചിട്ടില്ല. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖ, നിന്നെ ക്ലേശപ്പെടുത്താൻ, നിനക്ക് വേദന ഉണ്ടാക്കാൻ, നിനക്ക് പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടിയല്ല നാം ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. അക്കാലമത്രയും ക്രൂരമായ മനസ്സിന്റെ ഉടമയെന്ന് ഖ്യാതി കേട്ട, ഉരുകാത്ത മനസ്സിന്റെ ഉടമയായ
ഉമർ ഫാറൂഖ് എന്ന് പറയുന്ന അറേബ്യയിലെ ഗർജിക്കുന്ന സിംഹത്തെ വിശുദ്ധ ഖുർആനിന്റെ ഇസ്ലാമിന്റെ ശീതളച്ചായിലേക്ക് ആനയിച്ചു കൊണ്ടുവരാൻ കാരണമായ നിമിത്തമായ ഏക വചനം ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആൻ തശ്കാ എന്നതാണ്. അല്ലേ? നമ്മൾ കാരിമ്മിന്റെ കരുത്തുള്ള ഉമറിന്റെ മനസ്സിനെ അലിയിപ്പിക്കാൻ വിശുദ്ധ ഖുർആന്റെ കേവലം സൂറത്ത് താഹയിലെ 20-ാമത്തെ സൂറത്ത് താഹയിലെ ഒരു വചനത്തിന് സാധിക്കുമെങ്കിൽ ഖുർആൻ പറയുന്നത് അത് മനസ്സിന് ശാന്തി ഉണ്ടാക്കേണ്ടതാണ്. ഈ സ്വഹാബത്തൊക്കെ പിൽക്കാലത്ത് പറയുന്നുണ്ട്, ഇസ്ലാമിക ലോകത്ത് ആഭ്യന്തരമായ കലാപങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവശേഷിക്കുന്ന പ്രായാധികമുള്ള സ്വഹാബത്തൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ പ്രവാചകന്റെ കാലത്ത് അനുഭവിച്ചിരുന്ന സക്കീനത്ത്, മനഃശാന്തി, അത് ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ, അതെങ്ങാനും ഇപ്പോൾ ഈ സമൂഹത്തിന് വീതിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ വീണ്ടും ഈ സമൂഹം ഒന്നാകെ അങ്ങേയറ്റത്തെ സമാധാനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു എന്ന് പിൽക്കാലത്ത് സഹാബത്ത് ഓർമ്മിക്കുന്നു. റസൂലിന്റെ കാലഘട്ടത്തിൽ അവർ അനുഭവിച്ചിരുന്ന സക്കീനത്ത്, ഈ സക്കീന എന്ന് പറഞ്ഞാൽ മനഃശാന്തി എന്നാക്കുന്നത് അല്ലാഹുവിൽ നിന്ന് നിക്ഷിപ്തമാകാൻ ഞാൻ വിശദീകരിക്കുന്നില്ല. സക്കീനത്ത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ പദങ്ങളൊക്കെയും വിശുദ്ധ ഖുർആൻ ആകാശവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. എന്തുപോലെ? ഖുർആൻ അവതരിപ്പിക്കുന്നത് പോലെ അൻസല എന്ന് പറയുന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഹദീദ്, ഇരുമ്പ് അവതരിപ്പിക്കപ്പെട്ടിടത്ത് മാത്രമാണ് വ്യത്യസ്തമായി അൻസല എന്ന പദം ഉപയോഗിച്ചത്. പിന്നീട് മഴ വർഷിക്കുന്നിടത്ത് അൻസല എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ അല്ലാഹുവിന്റെ റഹ്മത്തും കാരുണ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അതേ പദം ഉപയോഗപ്പെടുത്തിയിട്ട് അല്ലാഹു ഉപയോഗിച്ച മറ്റൊരു ആശയമാണ് സക്കീന, മനസ്സമാധാനം, മനഃശാന്തി എന്ന് പറയും. ആ മനഃശാന്തി സംബന്ധിച്ചാണ് സ്വഹാബത്ത് പറയുന്നത്, നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു മാസത്തോളം തീ പുകയാത്ത അവസ്ഥയിലായിരുന്നുവെന്ന് നമ്മുടെ ഉമ്മ, പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവർ അനുഭവിച്ചിരുന്ന ഭൗതികമായ പ്രാരാബ്ധം എത്രമാത്രമാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്ന സഹാബത്ത് റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ സ്ത്രീകളോട് റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ സുജൂദിൽ നിന്ന് തല ഉയർത്തുമ്പോൾ സഹാബത്ത് പുരുഷന്മാർ തല ഉയർത്തി ഇരുന്നതിന് ശേഷം മാത്രം പ്രിയപ്പെട്ട സ്ത്രീകളെ നിങ്ങൾ തല ഉയർത്തിയാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വഹാബി വനിതകളോട് പറയുന്നതിന്റെ കാരണം ഒരൊറ്റ വസ്ത്രത്തിൽ ആ വസ്ത്രം എടുത്തു വന്ന് സുജൂദ് ചെയ്ത സഹാബികളെ നോക്കിയിട്ടാണ്. പ്രവാചകന്റെ പ്രിയപ്പെട്ട പള്ളിയിൽ, മദീന പള്ളിയിൽ ഏറ്റവും പിന്നാമ്പുറത്ത് സുഫ എന്ന് പറയുന്ന ഒരു തിണ്ണയുണ്ടായിരുന്നു. ആ തിണ്ണയിൽ കിടന്നുറങ്ങുന്ന 19ഓളം സഹാബത്ത് ഉണ്ടായിരുന്നു. അവരൊരാളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് വെള്ളമില്ല, അവർക്ക് വീടില്ല, അവർക്ക് കുടുംബമില്ല, ജീവിതത്തിൽ അങ്ങേയറ്റത്തെ പ്രാരാബ്ധങ്ങൾ മാത്രമാണ്. പക്ഷേ പ്രിയമുള്ളവരെ, ആ പ്രാരാബ്ധത്തിന്റെ നെരിപ്പോടിടയിലും ആ സ്വഹാബത്ത് അനുഭവിച്ചിരുന്ന അനിർവചനീയമായ ഒരു മനഃശാന്തിയുണ്ട്, അനിർവചനീയമായ ഒരു സമാധാനമുണ്ട്, അനിർവചനീയമായ ഒരു സ്വച്ഛതയുണ്ട്. ആ സ്വച്ഛതയെ സംബന്ധിച്ചാണ് ഞാൻ സക്കീനത്ത് എന്ന് പറഞ്ഞത്. അതാണ് അള്ളാഹ് പറഞ്ഞത്, ആ സക്കീനത്ത് അള്ളാഹു നിക്ഷിപ്തമാക്കുന്ന. ഖുർആൻ ഓതുന്ന നമുക്കൊക്കെയും അത് ഉണ്ടാവേണ്ടതല്ലേ? ഉണ്ടാവേണ്ടതാണ്. ഖുർആൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആനുകൂല്യം എന്ന് പറയുന്നത് ഈ സമാധാനം കൈവരിക്കാൻ സാധിക്കുമെന്നാണ്. ഒരു സ്വഹാബി പറഞ്ഞാൽ വിശദീകരിച്ചങ്ങനെ പോകേണ്ടി വരും. ഒരു സ്വഹാബി പ്രവാചകന്റെ അടുക്കിലേക്ക് സുബഹിന്റെ സമയത്ത് ഓടി വരികയാണ്. നമസ്കാരത്തിന് മുന്നേ പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഓടി വരികയാണ്. കേട്ടുണ്ടാവും, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവത്തിന്റെ മലയാള പരിഭാഷയാണ്. ഇവരോട് പറഞ്ഞു, പ്രവാചകരെ, കഴിഞ്ഞ രാത്രി ഒരു സംഭവം ഉണ്ടായി. റസൂലിന്റെ മുമ്പിൽ വന്ന് വിശദീകരിക്കാൻ, അവർക്കെല്ലാം റസൂലാണല്ലോ. പ്രവാചകനോട് പറഞ്ഞു, ഞാൻ സൂറത്തുൽ ബഖറ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയായിരുന്നു പുറത്ത്, വീടിന്റെ പുറത്ത്. എന്റെ ഒട്ടകത്തെ ഞാൻ എന്റെ വീടിൽ ഒരു കുറ്റിയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഖുർആൻ പാരായണം തുടർന്നു. അന്തരീക്ഷമാകെ മാറുന്നത് പോലെ തോന്നി. ആകാശത്തേക്ക് നോക്കുമ്പോൾ അന്നോളമില്ലാത്ത വിധം ആകാശം നക്ഷത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കൃതമായിരിക്കുന്നു ആകാശം. താഴത്തേക്ക് നോക്കുമ്പോൾ എന്റെ ഒട്ടകം മോട്ട് കാണിക്കുന്നു, ബഹളി കാണിക്കുന്നു. ഞാൻ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അത്രയും ബഹളം കാണിക്കുന്നു. ഒട്ടകം കയറ് പൊട്ടിച്ച് ഓടിപ്പോകുമാറാകും എന്ന് ഞാൻ ഭയക്കും. അപ്പോൾ ഞാൻ പാരായണം നിർത്തും. ഓതുന്നത് സൂറത്തുൽ ബഖറയാണ്. ഇമാം ബുഖാരി ഫദാഇൽ ഖുർആൻ എന്ന് പറയുന്ന അധ്യായത്തിൽ കൊടുത്ത സംഭവമാണ്. റസൂൽ പറഞ്ഞു, താങ്കൾ വല്ലാഹി അല്ലാഹു തന്നെയാണ്, വല്ലാഹി അല്ലാഹു തന്നെയാണ്, ലൻ ഇസ്തമർത, താങ്കളെങ്ങാനും ഈ ഖുർആൻ പാരായണം തുടർന്നിരുന്നുവെങ്കിൽ, പ്രഭാതമാകുവോളം തുടർന്നിരുന്നുവെങ്കിൽ, ആ നക്ഷത്രക്കൂട്ടങ്ങളെ താങ്കൾക്ക് പ്രഭാതമാകുവോളം അവിടെ കാണാൻ സാധിക്കുമായി. വല്ലാഹി, താങ്കൾ സൂറത്തുൽ ബഖറ അങ്ങനെ പാരായണം തുടർന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ താങ്കളുടെ ഒട്ടകം കയറ് പൊട്ടിച്ച് ഓടിപ്പോകുമായിരുന്നു. സഹാബിക്കൊന്നും മനസ്സിലായി.
റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ ഓതുന്നിടത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടാകും. കെട്ടുകഥയല്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത്, അതുകൊണ്ടാണല്ലോ ലാ തജഅലൂ ബുയൂതകും മഖാബിറ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ വീടുകൾ മഖാബിർ കബറിടമാക്കരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? കബറിടത്തിൽ ഖുർആൻ പാരായണം ഇല്ല. കബറിടങ്ങളിൽ ഖുർആൻ പാരായണം പാടില്ല, അത് ഹറാമാണ്. ഈ വിശുദ്ധ ഖുർആന്റെ പാരായണം വീടുകളിൽ ഉണ്ടാവണം. അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആന്റെ പഠിതാവിന് ഈ മനഃശാന്തി ഉണ്ടാവണം. നമ്മൾ സൂറത്തുൽ ദുഹാനെടുത്ത് മറിച്ചു പോകും. വദ്ദുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാത്ത തീവ്രമായ വേദനയിലാകപ്പെട്ട് പ്രവാചകന്റെ പ്രബോധനത്തിൽ ആ പ്രബോധനത്തെ ചെവി കൊടുത്ത മക്കയിലെ പ്രധാനികളും പ്രമുഖന്മാരും ആരും വകവെക്കാതെ പ്രവാചകനെ കണിശമായി വിശദമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മനംമടുത്ത് പ്രവാചകൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ വരുമ്പോഴാണ് അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനം ഇറക്കി കൊടുത്തത്. വദ്ദുഹ, പ്രഭാതം തന്നെയാണ് സത്യം, അല്ലെങ്കിൽ പകൽ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജ, രാത്രി അതിങ്ങനെ ഇരുട്ടുമൂടി വരുന്ന അവസ്ഥയുണ്ടല്ലോ, ആ സമയം തന്നെയാണ് സത്യം. എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് രാവും പകലും. ഒന്നുകിൽ രാവും പകലുമായിട്ട് ഒരു ലോകമില്ല, ഒന്നുകില്ലെങ്കിൽ രാവും പകലും ഉണ്ടാവണം. ഏതെങ്കിലും ഒന്ന് ഇല്ലാതെ വന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ ക്രമത്തെ തെറ്റിക്കും, ഈ പ്രപഞ്ചത്തിന്റെ ബാലൻസിങ് തെറ്റും. അല്ലെ, സ്വാഭാവികമാണ്. നമ്മുടെ ജീവിതത്തിൽ പകൽ ആവശ്യമാണ്, രാത്രിയും ആവശ്യമാണ്. ഏതെങ്കിലും ഒന്ന് മതി എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വദ്ദുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല. നിന്റെ രക്ഷിതാവ് മാ വദ്ദഅക റബ്ബുക, നിന്നെ കൈവിട്ടിട്ടില്ലല്ലോ, വമാ ഖല, നിന്നോട് അവന് പ്രത്യേകിച്ച് വെറുപ്പുമില്ലല്ലോ, ഈർഷ്യതൊന്നുമില്ലല്ലോ. നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടൊന്നുമില്ല, അവന് നിന്നോട് പ്രത്യേകിച്ച് വെറുപ്പും ദേഷ്യവുമില്ല. നോക്കൂ, നമ്മുടെ മാനസികമായ സംഘർഷത്തിന്റെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ദുഹ മറിച്ച് വെച്ച് വദ്ദുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല എന്നോതുമ്പോൾ നമുക്കുണ്ടാവേണ്ട മാനസികമായ ഒരു ഉല്ലാസവും മാനസികമായ ഒരു ആനന്ദവും ഒരു ആശ്വാസമുണ്ട് പ്രിയമുള്ളവരെ. അതാണ് ഞാൻ പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന പഠിതാവിന് അങ്ങനെ ഉണ്ടാകും. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മജ്‌ലിസിലെ പ്രവാചകന്റെ ദർസിലെ പ്രിയപ്പെട്ട ശിഷ്യനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ആണ് പലപ്പോഴും പ്രവാചകൻ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നത്. കാരണം അത്രയും മനോഹരമായ കാര്യമായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. ശാരീരികമായി വൈകല്യമുള്ള സഹാബിയാണ്. ഈ ചരിത്രമൊക്കെ വായിക്കുന്നത് കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു സഹാബത്ത് കളിയാക്കും, വലിയ കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും മരത്തിൽ പിടിച്ചു നോക്കണം. അത്രയും കുറുകിയ സഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കൊണ്ടാണ് പ്രവാചകൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ മധുരദായകമായ ശബ്ദത്തിലാണ് വിശുദ്ധ ഖുർആന്റെ ഖിറാഅത്ത് റസൂലുള്ളാഹി കേട്ടിരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുന്നത്, ഞങ്ങൾ പ്രവാചകന്റെ സദസ്സിൽ പ്രവാചകന്റെ മജ്‌ലിസിൽ ഒരു 10 സൂക്തങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ അമലുകളിലൂടെ കടന്നു പോവാതെ, അതിന്റെ കർമ്മങ്ങളിലൂടെ ആ 10 സൂക്തങ്ങളെ വികസിപ്പിക്കാതെ അടുത്ത 10 സൂക്തങ്ങളിലേക്ക് ഞങ്ങൾ പോകാറില്ല, കടക്കാറില്ല. അതാണ് ഖുർആന്റെ പഠനം എന്ന് പറയുന്നത്. ഖുർആന്റെ പഠനം എന്ന് പറയുന്നത് അത് നേരത്തെ പറഞ്ഞ അക്കാദമികമായി പോയാൽ നമ്മുടെ പഠനവും അതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാക്കും. ഉലമാക്കൾ പറഞ്ഞല്ലോ, വത്തഖിദു ദിറാസതഹു അമല, വത്തഖിദു ദിറാസതഹു അമല. നമ്മുടെ പഠനം എന്ന് പറയുന്നത് അതൊരു അമലായിട്ട് അവർ സ്വീകരിച്ചിരിക്കുകയാണ്. ഖുർആൻ പഠനം തന്നെ ഒരു അമല, ഖുർആൻ പഠനം തന്നെ ഒരു പണിയാണ്. നമുക്ക് ഖുർആൻ പഠിക്കാത്തത് ഒരു പണിയായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ്. അങ്ങനെ പഠിക്കുന്നവർക്ക് ഈ വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ഒരു സമാധാനമായി, വിശുദ്ധ ഖുർആൻ ഒരു പരിഹാരമായി, വിശുദ്ധ ഖുർആൻ ഒരു അഭിപ്രായമായി, വിശുദ്ധ ഖുർആൻ ഒരു ഗൈഡായി, വിശുദ്ധ ഖുർആൻ ഒരു നൂറായി, ഒരു വെളിച്ചമായി അനുഭവപ്പെടില്ല. അതിന് പകരം ആ പരിശുദ്ധ ഖുർആനിൽ കാണിച്ചു തന്ന വഴിയിലൂടെ മുസഹഫ് ഒന്ന് മാറ്റിവെച്ച് ഇറങ്ങിച്ചെല്ലാൻ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന മൂല്യങ്ങളൂടെ കടന്നു പോകാൻ, അപ്പോൾ മാത്രമാണ് അതിന്റെ ധന്യതയും വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന അതിന്റെ ആനന്ദവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഖുർആൻ ക്ലാസുകൾ അവഗണിക്കണമെന്നല്ല, ഖുർആൻ ക്ലാസുകൾ ഉണ്ടാവും. കുറഞ്ഞ പക്ഷം ഇന്ന് വളരെ സുലഭമായി നമ്മുടെ നാടുകളിലുള്ളതാണല്ലോ ഖുർആൻ ക്ലാസുകൾ. ഒരു ജീവിതത്തിന്റെ 1 മണിക്കൂറെങ്കിലും ഒരു ബർക്കത്തുള്ള മജ്‌ലിസാണല്ലോ ഖുർആന്റെ മജ്‌ലിസ്. ആ ബർക്കത്തുള്ള മജ്‌ലിസിൽ 1 മണിക്കൂറെങ്കിലും ഇരിക്കാം എന്നൊരു തീരുമാനമെങ്കിലും നമുക്ക് എടുക്കാം. 1 മണിക്കൂർ ആ ബർക്കത്തുള്ള മജ്‌ലിസിൽ ഇരിക്കാം എന്നൊരു തീരുമാനം.
വേണ്ടേ? അങ്ങനെയെങ്കിലും ഒരു തീരുമാനമെടുക്കാറ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പരിശോധിക്കേണ്ട വസ്തുത എന്തെന്നറിയോ? യഥാർത്ഥത്തിൽ ഈ ഖുർആന്റെ പഠനം നമ്മൾ അവഗണിക്കുന്നത് കൊണ്ടാണ് ഐഹികമായ നമ്മുടെ ജീവിതത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അനുഗ്രഹങ്ങൾ തടയപ്പെടാൻ കാരണമാകുന്നത്. മാത്രമല്ല പരലോകത്ത് ഒമ്പിച്ച നഷ്ടം നാം തിരിച്ചറിയും ചെയ്യും. ഖുർആൻ പഠിക്കുന്ന പരിഗണിക്കുന്ന ഒരു സമൂഹം, ഖുർആനോട് എല്ലാ വിഷയത്തിലും അഭിപ്രായമാരായുന്ന ഒരു സമൂഹം, ഖുർആൻ കേന്ദ്രീകൃതമായി ജീവിച്ച് അത് സംസ്കാരമാക്കി എടുക്കുന്ന ഒരു സമൂഹം, ഖുർആനിന്റെ വായനയും ആ വായനയുടെ അനുശീലനവും ഒന്നായി തീരുന്ന ഒരു സമൂഹം, ലോകത്ത് മഹത്വത്തിന്റെ ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിവരിക്കുന്നുണ്ട്, പണ്ഡിതന്മാർ വിവരിക്കുന്നുണ്ട്. ഹദീസിൽ കാണാം. ആരാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു? ഇക്രിമ റളിയല്ലാഹു ഇക്രിമത്ത് ബിൻ അബീ ജഹൽ അബൂജഹലിന്റെ മകനാണ്. മക്ക ഫത്ഹാകുന്ന സന്ദർഭത്തിൽ ഹിജ്റ 9 ഇക്രിമ ശത്രുപക്ഷത്താണ്. അബൂജഹൽ മരിച്ചു പോയല്ലോ. ഇക്രിമ ശത്രുപക്ഷത്താണ്. ഇക്രിമ നാട് വിട്ടു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇക്രിമ നാട് വിട്ടുപോയി. പക്ഷേ കപ്പലിലാണ് യാത്ര. കപ്പലിൽ ജനത്തിരക്ക് കണ്ടിട്ട് ഇക്രിമ ഭയപ്പെട്ടു. വല്ലാത്ത ഭയമായിരുന്നു മനുഷ്യൻ, വല്ലാത്ത ഭയമായി. അദ്ദേഹത്തിന്റെ ഭയം, ഞാനെങ്ങാനും ഈ കപ്പൽ കയറി തിരക്കുള്ള കപ്പലിൽ, അതായത് അളവിനേക്കാൾ കൂടുതൽ ആളുള്ള കപ്പലിൽ കയറി കപ്പൽ കാറ്റിലും കോളിലും പെട്ട് എങ്ങാനും തകർന്നു പോയാൽ ഞാൻ മരിച്ചു പോകില്ലേ? ഭയമായി. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയെ തിരിച്ചു വന്നാലോ? അദ്ദേഹത്തിന്റെ മനസ്സിനെ പിടികൂടുന്ന ഭീതി. മുഹമ്മദ് നബി എങ്ങാനും പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുകയും അങ്ങനെ ശത്രുക്കളെ മൊത്തം കൊന്നെടുക്കുകയും ചെയ്താലോ? പ്രവാചകൻ അങ്ങനെ ചെയ്യില്ല, ചെയ്തിട്ടുമില്ല, നമുക്കറിയാം ചരിത്രം. അങ്ങനെ പേടിച്ച് ഒളിച്ചോടിയ ആളാണ് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇക്രിമയെ പിന്തിരിപ്പിച്ച് പ്രവാചകന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക. ഈ സമയം റസൂലുള്ളാഹി സ്വഹാബികളോട് പറയുന്നുണ്ട്, ഇക്രിമ എത്തിയിട്ടില്ല. വഹീന്റെ അടിസ്ഥാനത്തിൽ സയ്യഅതി ഇക്രിമത്തു ബിൻ അബീ ജഹൽ മുഅ്മിനൻ മുജാഹിദൻ മുഹാജിറൻ. ഇതാ ഇക്രിമത്തു ബിൻ അബീ ജഹൽ നിങ്ങളുടെ അടുക്കലേക്ക് വരും, ഇപ്പോൾ വരും. അദ്ദേഹം വരുന്നത് പഴയ ഇക്രിമയായിട്ടല്ല, മുഅ്മിനായിക്കൊണ്ട്, മുജാഹിദായിക്കൊണ്ട്, മുഹാജിറൻ ഹിജ്റ പോയവനായിക്കൊണ്ട് അദ്ദേഹം വരും. ഫലാ തസുബ്ബു അബാഹു, നിങ്ങൾ അദ്ദേഹത്തിന്റെ ബാപ്പയെ ചീത്ത പറയും. അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് അബൂജഹലിനെ ചീത്ത പറയരുത്. കാരണം ഫൈൻ സബ്ബൽ മയ്യിത യുഊദിൽ ഹയ്യ, ഒരു മയ്യിത്തിനെ ചീത്ത പറഞ്ഞാൽ അതുകൊണ്ട് വിഷമമുണ്ടാക്കുന്നത്, പ്രയാസം അനുഭവിക്കുന്ന അൽ ഹയ്യ, ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുമിത്രാദികളാണ്. അതുകൊണ്ട് ഫലാ യബ്ലുൽ മയ്യിത്ത്, അത് മയ്യിത്തിനെ എത്തുകയില്ല. അതുകൊണ്ട് ഫലാ തസുബ്ബു അബാഹു, ബാപ്പയെ നിങ്ങൾ ചീത്ത പറയും. ഇക്രിമയെ കാണുമ്പോൾ ബാപ്പയുടെ ഓർമ്മകൾ വന്ന് ബാപ്പയെ കുറിച്ച് കുറ്റം പറഞ്ഞ് ചീത്ത അതുണ്ടാവരുത് റസൂലുള്ളാഹി പറയാൻ. പ്രിയമുള്ളവരെ പറഞ്ഞു വരുന്നത്, ആ ഇക്രിമ വന്നു പ്രവാചകന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് വന്ന് പ്രവാചകൻ പറഞ്ഞു, പ്രവാചകരെ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്രിമ ആശ്വസിപ്പിച്ചു പറഞ്ഞു, സലീനി അവത്തി, ഇക്രിമ വിഷമിക്കണ്ട, നീ ചോദിച്ചോളൂ, ഞാൻ നിനക്ക് തരാം. എന്താണെങ്കിലും ചോദിച്ചോളൂ, ഞാൻ തരാം. ഇക്രിമ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അസ്അലുക അൻ തസ്തഗ്ഫിറ ലി റബ്ബി, പ്രവാചകരെ ഒന്നും വേണ്ട, എനിക്ക് വേണ്ടി എന്റെ രക്ഷിതാവ് എന്റെ റബ്ബിനോട് താങ്കൾ ഇസ്തിഗ്ഫാർ ചോദിക്കണം, പാപമോചനം കാണണം, അത് മാത്രം മതി. റസൂലുള്ളാഹി ആ സന്ദർഭത്തിൽ തന്നെ അല്ലാഹുവോട് രണ്ട് കൈയും ഉയർത്തി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇക്രിമ അവിടെ ഒരു പ്രഖ്യാപനമുണ്ട്, ഞാൻ ഇത്രയും കാലം ജീവിച്ചതിൽ വ്യത്യസ്തമായി ഇനി എന്റെ എല്ലാം എന്റെ സമ്പത്തും എന്റെ ആരോഗ്യവും എന്റെ കഴിവും എന്റെ ശേഷിയും ദീനിന്റെ വഴിയിൽ ജിഹാദിന്റെ മാർഗത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തും. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഇക്രിമയെ സംബന്ധിച്ച് സ്വഹാബത്ത് പറയുന്ന സർട്ടിഫിക്കറ്റ് ഒരു വാചകമുണ്ട്, ഞങ്ങൾ ഇക്രിമയെ കാണുമ്പോഴെല്ലാം പിന്നീട് അവിടെ നിന്നോട്ട് ഇക്രിമ പങ്കെടുക്കാതെ യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല. ഇക്രിമയെ കാണുമ്പോഴെല്ലാം ആ ഇക്രിമയെ വിശുദ്ധ ഖുർആന്റെ ഏടുകൾ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പറയും, ഹാദാ കിതാബു റബ്ബി ഹാദാ കലാമു റബ്ബി, ഇതെന്റെ റബ്ബിന്റെ കിതാബാണ്, ഇതെന്റെ നാഥന്റെ കലാമാണ്. ഹാദാ കലാമു റബ്ബി, ഇതെന്റെ നാഥന്റെ കലാമാണ്, എന്റെ നാഥന്റെ എന്നോടുള്ള സംസാരമാണ് എന്ന് ഇക്രിമ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു എന്നാണ്. അതാണ് ഒരു മനുഷ്യന്റെ മാറ്റം എന്ന് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിശുദ്ധ ഖുർആന്റെ മൂല്യം അറിഞ്ഞുകൊണ്ടുള്ള പഠനം എന്ന് പറയുന്നത്. അതാണ് പ്രിയമുള്ളവർ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ, അല്ല കൊല ചെയ്യപ്പെടുമ്പോൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന അവസ്ഥയിലാണ് മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നെഞ്ചിൽ വിശുദ്ധ ഖുർആന്റെ ഏടുകൾ ഉണ്ടായിട്ടുവെന്ന് ചരിത്രത്തിൽ വായിച്ചാൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഈ ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാടിപ്പുകഴ്ത്തി പറഞ്ഞ ഈ സമുദായം വിശുദ്ധ ഖുർആനിലൂടെ ഷേപ്പ് ചെയ്യപ്പെട്ട ഒരു സമുദായമാണ്. ഖുർആൻ രൂപകൽപ്പന ചെയ്ത ഒരു സമൂഹമാണവർ. ഒക്കെ നമ്മൾ പടച്ചറപ്പിന്റെ കൽപ്പനയാണോ? പിന്നെ അവർക്ക് ചോദ്യമില്ല.
റബ്ബിന്റെ കലാമാണോ, പിന്നെ അവിടെ തർക്കമില്ല. റബ്ബിന്റെ ഉത്തരവാണോ, പിന്നെ അവർക്ക് സംശയമില്ല. മദീനയുടെ അങ്ങാടിയിൽ ഒരുപാട് ആളുകൾ തൊള്ള അണ്ണാക്കിൽ കൈയിട്ട് ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. വല്ലാത്തൊരു അത്ഭുതമാണ്. അവരിങ്ങനെ ഛർദ്ദിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. വയറ്റിലുള്ളത് പുറത്തേക്ക് കളയാൻ. എന്താണ് കാരണം? നമുക്കറിയാം, ഒന്നുമില്ല. മദീനയിൽ അങ്ങാടിയുടെ ഒരു പയ്യനിങ്ങനെ വിളിച്ചു പറഞ്ഞു കൊണ്ടുപോയി, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ. കള്ളും ചൂതാട്ടവും മദ്യവും അങ്ങനെ തുടങ്ങിയില്ല പൈശാചികമായ വേലകളാണ്, നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കണം. ഫഹൽ അൻതും മുൻതഹൂൻ. രണ്ടാമത്തെ വചനമാണ് ഫഹൽ അൻതും മുൻതഹൂൻ. നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കുന്നില്ലേ? ഒരു ചോദ്യമാണ്, ഒറ്റ ചോദ്യമാണ് അല്ലാഹുവിന്റെ. ഫഹൽ അൻതും മുൻതഹൂൻ. നിങ്ങൾക്ക് ഇനിയെങ്കിലും വിരമിച്ചുകൂടെ? അവസാനത്തെ തുള്ളി, ഏറ്റവും അവസാനത്തെ തുള്ളി വരെ പുറത്തേക്ക് വരുന്നവർ ഉടൻ പുറത്ത് ചാടിയാലും വേണ്ടില്ല എന്ന് കരുതി ആ മനുഷ്യന്മാർ പുറത്തേക്ക് ശബ്ദിച്ച് കളയാൻ ശ്രമമാണ്. അതാണ് പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ രൂപകൽപ്പന ചെയ്ത, വിശുദ്ധ ഖുർആനിലൂടെ ഷേപ്പ് ചെയ്യപ്പെട്ട ഒരു ഉമ്മത്തിന്റെ, ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തം, സമൂഹത്തിന്റെ നിദർശനം എന്ന് പറയുന്നതാണ് കനകം വിളയുന്ന കാരക്കത്തോട്ടം. സ്വയം പ്രചോദിതനായി പ്രവാചകന്റെ മുമ്പിൽ നിറഞ്ഞ ഹൃദയത്തോടെ തൃപ്തിയോട് കൊണ്ടുകൊണ്ട് പ്രവാചകൻ മുന്നിൽ വെക്കുകയാണ്. കാരണം എന്താ? ഒരൊറ്റ വചനമാണ്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നത് വരേക്കും, നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ഇൻഫാഖ് ചെയ്യുന്നവരേക്കും നിങ്ങൾ പുണ്യം ചെയ്യുന്നവരാവുകയില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ കണിശമായ ഒരു കൽപ്പന, ഒരു നിർദ്ദേശം. അത് കേട്ടപ്പോ സഹാബി വന്ന് പ്രവാചകന്റെ മുമ്പിൽ തന്റെ കനകം വിളയുന്ന കാരക്കത്തോട്ടം പ്രവാചകന്റെ മുമ്പിൽ വന്ന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അതാണ് ഖുർആന്റെ ഇംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഖുർആന്റെ ആധികാരികമായ പഠനം, ആധികാരികമായ വായന എന്ന് പറയുന്നത്. 80 വയസ്സുള്ള സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ വിശുദ്ധ ഖുർആന്റെ കൽപ്പന സമൂഹത്തിന് മുന്നിൽ പ്രഖ്യാപിക്കാൻ, ഇൻഫിറു ഹിഫാഫൻ വത്തിഖാൻ. നിങ്ങൾ വാർദ്ധക്യമുണ്ടെങ്കിലും അല്ലെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും അനാരോഗ്യത്തിലാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് വേണ്ടി, ജിഹാദിന് വേണ്ടി പുറപ്പെട്ടു കൊള്ളണമെന്ന കൽപ്പനയുമായി 80-കാരനായ ഒരു മനുഷ്യൻ എന്താ പറയാ, വാൾത്തല പൊട്ടിയ വാളുമായി പ്രവാചകന്റെ മുമ്പിലേക്ക് വരികയാണ്. എന്തിനാ? യുദ്ധത്തിന് പോവാൻ. ഒരു മനുഷ്യൻ, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലെ ചരിത്രമാണ് പറയും. ഒറ്റ വാചകമാണ്, ഇൻഫിറു ഹിഫാഫൻ വത്തിഖാൻ. ആ മനുഷ്യൻ ഷഹീദായെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സൂറത്തുൽ ഹുജറാത്തിലെ 59-ാമത്തെ അധ്യായമാണ്, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒച്ചയേക്കാൾ നിങ്ങളുടെ ഒച്ച നിങ്ങൾ എടുക്കരുത്. നമ്മളൊക്കെ വിചാരിക്കും അത് പ്രവാചകന്റെ സ്വഹാബത്തിനോടുള്ള കൽപ്പനയാണ്. അല്ല, പ്രവാചകൻ മിതമായി സംസാരിക്കുന്ന വ്യക്തിയാണ്, വളരെ സൗമ്യനായി സംസാരിക്കുന്ന വ്യക്തിയാണ്, ശാന്തശീലതയോട് സംസാരിക്കുന്ന വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തേക്കാൾ, ഒച്ചയേക്കാൾ കൂടുതലായി നിങ്ങൾ ശബ്ദമുണ്ടാക്കരുത് എന്ന് സഹാബത്തിന്റെ കൽപ്പന വരികയാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പിൽ വന്ന് പറയുന്നുണ്ട്, പ്രവാചകരെ, എന്റെ ശരീരപ്രകൃതി താങ്കൾക്കറിയാം, എന്റെ ശബ്ദത്തിന്റെ അവസ്ഥയും താങ്കൾക്കറിയാം, പലപ്പോഴും എന്റെ ഒച്ച കൂടിപ്പോകുമല്ലോ. പ്രവാചകൻ ആശ്വസിപ്പിച്ച് വിടുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സദസ്സിലേക്കേ കാണുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞ്, 2 കഴിഞ്ഞ്, 3 കഴിഞ്ഞു. കുറച്ച് ദിവസം പിന്നിട്ടപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, സാബിത്ത് ബിൻ ഖൈസിന് എന്ത് പറ്റി? അന്വേഷിക്കു പോയി. സ്വഹാബത്ത് അന്വേഷിച്ച് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പൊട്ടി കരയുകയാണ്. കാരണം എന്തെന്നറിയുമോ? ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. പ്രവാചകന്റെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത് എന്ന വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. ഞാൻ സ്വതവേ ശബ്ദം ഉച്ചത്തിൽ സംസാരിക്കുന്ന പ്രകൃതമുള്ളയാളാണ്, എനിക്ക് അങ്ങനെ അല്ലാതെ സംസാരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഹബത അമലി, അങ്ങനെ സംസാരിച്ചാൽ അത്വഹിബത അമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ പാഴായി പോകും. ഹബത അമലി, എന്റെ കർമ്മങ്ങൾ പാഴായിരിക്കുന്നു, വ്യർത്ഥമായിരിക്കുന്നു, നിഷ്ഫലമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വഹാബി കരയുകയാണ്. റസൂൽ ആശ്വസിപ്പിക്കുന്നുണ്ട്. പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആന്റെ പഠനം ആധികാരികമാവുക എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഇതാണ് ആധികാരികമായ. നമ്മൾ ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. സൂറത്തുൽ ഹസ്റിലെ വചനമാണ്. ഈ വിശുദ്ധ ഗ്രന്ഥമെങ്ങാനും നാം ഒരു പർവ്വതത്തിന്റെ മേൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനോടുള്ള ഭയവിഹ്വലത കൊണ്ട് ആ പർവ്വതം തവിടുപൊടിയായി പോകുന്നത് കാണാമായിരുന്നുവെന്ന് ഖുർആൻ.
ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും അത് കേവലം ഒരു അക്ഷര വായനയാണ് എന്ന്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ നൂറ്, അള്ളാഹുവിന്റെ പ്രകാശം, അതെങ്ങാനും നേർക്കുനേരെ, വിശുദ്ധ ഖുർആൻ നേർക്കുനേരെ ഒരു പർവ്വതത്തിലാണ് അള്ളാഹുവിന്റെ വഹി അവതരിപ്പിക്കപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായും അത് തകർന്നു പോകുമായിരുന്നു. ഖുർആനെ സംബന്ധിച്ച് അള്ളാഹ് തന്നെ പറഞ്ഞല്ലോ, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. അഭിപ്രായവ്യത്യാസം ഉണ്ടാവാം. നിനക്ക് നാം ഒരു ഖൗലൻ സഖീല, ഭാരമുള്ള വർത്തമാനം നിനക്ക് തരാൻ പോവുകയാണ്, നിന്റെ മേൽ ഇട്ട് തരാൻ പോവുകയാണ്, നിനക്ക് ചൊല്ലിത്തരാൻ ഭാരമുള്ള വർത്തമാനം. അള്ളാഹുവിന്റെ വഹിയാണ്. അതുകൊണ്ടായിരിക്കാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹീന്റെ മാലാഖയായിരുന്നു. കാരണം ജിബ്രീൽ ആരാ? പ്രബലനാ, കരുത്തുള്ള മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. സിംഹാസനത്തിനായ റബ്ബിന്റെ നാഥന്റെ അടുക്കൽ സ്ഥാനമുള്ള പദവിയുള്ള കരുത്തുള്ള മലക്കാർ. ജിബ്രീലിന്റെ രൂപമൊക്കെ ഇമാം ബുഖാരിയുടെ സഹീഹ് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവർ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഈ മലക്കുകളുടെ, അള്ളാഹുവിന്റെ സിംഹാസനം വഹിക്കുന്ന മലക്കുകളുടെ ഖുർആൻ പറയുന്നില്ലേ, എന്ന് പറയുന്നില്ലേ, ആ മലക്കുകളെ സംബന്ധിച്ച് മുഫസ്സിറുകൾ പറയുന്നുണ്ട്, പ്രവാചകൻ തന്നെ പറയുന്നത് അവരുടെ ഷഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഈ കാതിൽ കമ്മലിടുന്ന ഭാഗത്തിനാണ് ഷഹ്മത്ത് എന്ന് പറയുന്നത്. ഈ ഷഹ്മത്തും ഷോൾഡറും നമ്മുടെ തോളും തമ്മിലുള്ള അകലം 100 വഴിദൂരമുണ്ട് എന്നാൽ, ഒരു 100 വർഷം സഞ്ചരിക്കുന്ന വഴിദൂരമുണ്ട്. ഒരു മലക്കിന്റെ പ്രബലത, ശക്തി വർണ്ണിച്ചതാണ് ഹദീസ്. അത് സാധാരണ മലക്കിൻ. അങ്ങനെയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോ, അതാണ് ശക്തിയുള്ള മലക്ക്. എന്തുകൊണ്ടാണ്? ഖുർആൻ അത്രയും ശക്തിയുള്ളതാണ്, അള്ളാഹുവിന്റെ വഹീന് അത്രയും ഭാരമുണ്ട്. അതുകൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ ബോധരഹിതനാവുന്നത്, പ്രവാചകന്റെ നെറ്റിത്തടം വീർക്കുന്നത്. പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന പ്രകാരം ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുവാൻ പ്രവാചകൻ കുമ്പിട്ട് പോകുന്നത് ഈ വഹീന്റെ ഭാരം കൊണ്ടാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാ. ഉലമാക്കളൊക്കെ പറയുന്നുണ്ട്, എന്തൊരു വാക്കാണിത്, എന്തൊരു ഭാരമുള്ള വാക്കാണിത്. നമ്മൾ സാധാരണ വൈദ്യുതിയുടെ, കാന്തത്തിന്റെ ശക്തി എന്ന് പറയില്ലേ, വൈദ്യുതി ശക്തി, കാന്തിക ശക്തി, കാന്തിക ബലം എന്നൊക്കെ പറയില്ലേ, മനുഷ്യന് ആഘാതം ഉണ്ടാക്കുന്ന ശക്തികളാണല്ലോ അതൊക്കെ, പവറല്ലേ. കാന്തിക ബലം, ഇലക്ട്രിസിറ്റി, വൈദ്യുതി ബലം മനുഷ്യന് ആഘാതം ഉണ്ടാക്കുന്നതാണ്. അന്ന് അതിനേക്കാൾ ആഘാതമുണ്ടാക്കേണ്ടുന്ന വചനമാണ് ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാ. ഈ കാരുണ്യത്തിന്റെ കരുത്തുറ്റ അല്ലാഹുവിന്റെ സൃഷ്ടിവൈവിധ്യം വിളിച്ചോതുന്ന വലിയ ആകാശമുട്ട് ഉയർന്നു നിൽക്കുന്ന വലിയ പർവ്വതങ്ങൾ പോലും പൊട്ടിപ്പുറപ്പെടും, അല്ലെങ്കിൽ പൊട്ടിത്തകർന്നു പോകും. മനുഷ്യന്റെ മനസ്സ് മാത്രമാണ് പൊട്ടിത്തകരാറ്. അതാണ് എന്തൊരു ഗൗരവമുള്ള വർത്തമാനമാണ് എന്ന് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലിനോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഓ പ്രവാചകരെ, അത് ശയ്യബുദ്ധ, താങ്കളെ നരബാധിച്ചുവല്ലോ, പ്രവാചകനെ നരബാധിച്ചുവല്ലോ. 63 റസൂലിന്റെ തലയിൽ ഹദീസിൽ കാണാം, ഷമായിൽ ഇമാം തിർമിദി ധരിക്കുന്ന ഹദീസിൽ കാണാം, 6 മുടികളാണ് പ്രവാചകനെ നരച്ചിരുന്നത്. 6 മുടികൾ, വെറും 6 മുടികൾ, 63 വയസ്സ്. അത് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണയിട്ട് മുടി വാർന്നു വെച്ചാൽ അത് കാണുക സാധ്യമല്ലായിരുന്നു, നരച്ചത് കാണുക സാധ്യമല്ല. അബൂബക്കർ സിദ്ദീഖ്, പ്രവാചകന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, തന്റെ ചങ്ങാതിയോട് പറയുന്നത്, താങ്കൾക്ക് നരബാധിച്ചുവല്ലോ. പക്ഷെ പ്രിയപ്പെട്ടവരെ, റസൂൽ എന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അതെ, ശയ്യബനി ഹൂദുൻ വൽ വാഖിഅ വൽ മുർസലാത്ത് വഅമ്മ യതസാഅലൂൻ വഇദ അശംസു കുബിറത്. ശയ്യബനി ഹൂദ്, സൂറത്തുൽ ഹൂദ്, വൽ വാഖിഅ 11-ാം അധ്യായം, വൽ വാഖിഅ 55-ാമത്തെ അധ്യായം, 56-ാമത്തെ അധ്യായം, വൽ മുർസലാത്ത് വഅമ്മ യതസാഅലൂൻ വഇദ അശംസു കുബിറത്. ഈ അധ്യായങ്ങളാണ് എന്നെ നനപ്പിച്ച് കളഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം? ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ഈ അധ്യായങ്ങളാണ് എന്നെ നനപ്പിച്ച് കളഞ്ഞതെന്ന്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വേഷപ്രച്ഛന്നായി സഞ്ചരിക്കുക. അദ്ദേഹത്തിന്റെ ഒരു ശീലം, ഒരു ശൈലിയാണല്ലോ അത്. ഒരു കുടിലിൽ, വാതിൽപ്പാടിയില്ലാത്ത കുടിലിൽ ഒരു സഹോദരി ഇരുന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൂർ ഇങ്ങനെ പാരായണം ചെയ്യണം. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ والسقف والبيت المعمور والسقف المرفوع والبحر المسجور
ഇന്ന അദാബ റബ്ബിക ലവാഖിഅ. തൂർ സീനാ പർവ്വതം തന്നെയാണ് സത്യം. വകിതാബിൻ മസ്തൂർ, തുറന്നു വെച്ച താളുകളിൽ എഴുതപ്പെട്ട ഗ്രന്ഥം, എഴുതപ്പെട്ട വരികൾ തന്നെയാണ് സത്യം. വൽ ബൈത്തിൽ മഅ്മൂർ, നിബിഡമായ ഭവനം തന്നെയാണ് സത്യം. ആകാശലോകത്തെ ബൈത്തിനെ സംബന്ധിച്ചാണ്. വൽ ബൈത്തിൽ മഅ്മൂർ വസ്സഖ്ഫിൽ മർഫൂ, ഉയർത്തപ്പെട്ട മേൽപ്പുര, ആകാശ മേലാപ്പ്, അത് തന്നെയാണ് സത്യം. വൽ ബഹ്റിൽ മസ്ജൂർ, നിറഞ്ഞു കവിയുന്ന സമുദ്രം തന്നെയാണ് സത്യം, അല്ലെങ്കിൽ ആളി കത്തിക്കപ്പെടാൻ പോകുന്ന സമുദ്രം തന്നെയാണ് സത്യം. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ അത് സംഭവിക്കുന്ന, അത് സാങ്കല്പികമല്ല. മാലഹു മിൻ ദാഫിഅ, അതിനെ പ്രതിരോധിക്കുവാൻ, അതിനെ തടയുവാൻ ഒരാളുമില്ല. ചരിത്രം പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തകർന്നുപോയി, ഉമർ ഫാറൂഖ് തളർന്നുപോയി. ഫനസല മിൻ ഹിമാരിഹി വഅസ്നദ ഇലാ ഹൈ, തന്റെ കഴുതപ്പുറത്ത് താഴേക്കിറങ്ങി, വഅസ്നദ ഇലാ ഹൈ, ഒരു ചുമരിൽ അദ്ദേഹം ഇങ്ങനെ ചാരി നിന്നു, അവലംബിച്ച് നിന്നു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. അദ്ദേഹം കരയാൻ, സഹാബത്തെ ചുറ്റും മൂടി. അദ്ദേഹം വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല, എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. സഹാബത്ത് പറയുന്നുണ്ട്, ശക്തമായി പനി ബാധിച്ചു. ലാ യദ്റൂന മാ മറദഹു, എന്താണ് ഉമർ ഫാറൂഖിനെ ബാധിച്ച രോഗം ആർക്കും അറിയില്ല. എന്താണ് അദ്ദേഹത്തിന് ബാധിച്ച രോഗം? എന്താണ് സംഭവം? ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ അത് സംഭവിക്കുന്നതാണ്, അത് സാങ്കല്പികമല്ല. മാലഹു മിൻ ദാഫിഅ, അതിനെ തടയാൻ, പ്രതിരോധിക്കാൻ ആർക്കും സാധ്യമല്ല. അദ്ദേഹത്തിന്റെ ശരീരത്തെ തളർത്തിക്കളഞ്ഞ വചനമാണ്. ഇങ്ങനെ ഖുർആൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന, പാരായണവും പഠനവും ഉണ്ടാക്കിയെടുത്ത ഒരു സമൂഹത്തെ, ഖുർആന്റെ അങ്ങനെ ഒരു സമൂഹത്തിന് മാത്രമേ വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, അതാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ചിന്ത എന്ന് പറയുന്നത്. ഖുർആൻ പറഞ്ഞുവല്ലോ, അല്ലാഹുവാണ് നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല വർത്തമാനത്തെ നിങ്ങൾക്ക് ഇറക്കി തന്നത് അല്ലാഹുവാണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി, സാദൃശ്യമുള്ള വചനങ്ങളും ആവർത്തിക്കപ്പെടുന്ന വചനങ്ങളുമുള്ള ഒരു മഹത്തായ ഗ്രന്ഥം. വിശുദ്ധ ഖുർആനും നമ്മളും തമ്മിലുള്ള ആത്മബന്ധത്തെ ഖുർആൻ തന്നെ എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന അറിയുമോ? ഖുർആനുമായുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. ഖുർആനുമായിട്ടുള്ള ആത്മബന്ധം എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള ആത്മബന്ധം. ആലോചിച്ച് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നമ്മെ സഹായിക്കാൻ, നമുക്ക് വേണ്ടി സംസാരിക്കാൻ, നമ്മെ പിന്തുണക്കാൻ, നമ്മെ ഇഷ്ടപ്പെടുന്ന, നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുമില്ലെങ്കിലും നമുക്ക് ഒരാൾ വേണ്ടേ? ഈ ബദർ നാം അനുസ്മരിച്ചല്ലോ. നമ്മുടെ സമുദായം ബദറിനെ അനുസ്മരിക്കുന്നത് പലപ്പോഴും ബദറിനെ പാട്ടായിട്ടും മാലയായിട്ടും കഥയായിട്ടും കഥാപ്രസംഗമായിട്ടും ബൈത്തായിട്ടും അന്നദാനമായിട്ടും ഒക്കെയാണ്, പ്രഭാഷണങ്ങളായിട്ടും ഒക്കെയാണ്. ബദർ യഥാർത്ഥത്തിൽ അതൊരു പാട്ടല്ലല്ലോ, അത് പോരാട്ടമാണ്. ബദറൊരു കഥയല്ല, അതൊരു ചരിത്രമാണ്. ബദറൊരു മദ്ഹല്ല, അതൊരു സന്ദേശമാണ്. ബദർ അത് കേവലം ഒരു അന്നദാനമല്ല, അത് വിശ്വാസത്തിന്റെ അത്ഭുതകരമായ വിജയത്തിന്റെ കഥയാണ്, അല്ലെ? ബദർ അത്തരമൊരു സംഭവമാണല്ലോ ബദർ. ആ ബദറിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബദറിന്റെ നനഞ്ഞ മണ്ണിൽ പ്രവാചകന്റെ നെറ്റിത്തടം ചേർത്ത് വെച്ച് റബ്ബിനോട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ പ്രവാചകന്റെ തോൾ കൊണ്ട് താഴേക്ക് വീണു പോകുന്നുണ്ട്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അന്നത്തെ സൈന്യാധിപരെ കാണാതാകുമ്പോൾ അങ്കലാപ്പിലാകുന്ന സഹാബത്തിനോട് ഞാൻ പോയി നോക്കി വരാമെന്ന് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. പ്രവാചകനെ കണ്ടുമുട്ടുന്നുണ്ട്. പ്രവാചകന്റെ ചുമൽ കൈവച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമായിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. പ്രവാചകൻ അറിയാം, ആയുധങ്ങളുടെ കിലുക്കത്തിനപ്പുറം, വാൾത്തലപ്പുകളുടെ പ്രകാശങ്ങൾക്കപ്പുറം, എഴുതിവിടുന്ന അമ്പുകളുടെ ശക്തികൾക്കപ്പുറം എനിക്കൊരു കൂട്ട് വേണം. ആ കൂട്ടുകാരൻ അലല്ല, നീ നിന്റെ രക്ഷിതാവിൽ ഫലമേൽപ്പിക്കുക. അള്ളാഹു പറയുമ്പോൾ എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പിക്കണം. ആ ഉറപ്പിക്കലാണ് പ്രിയമുള്ളവരെ പ്രവാചകന്റെ പ്രാർത്ഥന. ബദറിന്റെ വിജയം എന്ന് പറയുന്നത് റബ്ബ് എന്നോടൊപ്പം ഉണ്ട്, റബ്ബ് നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ഉറപ്പിക്കലിന്റെ വിജയമാണ്. അങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കാതെ ഒരു സമൂഹത്തിനും, ഒരു രാജ്യത്തിനും, ഒരു പ്രസ്ഥാനത്തിനും, ഒരു സംഘത്തിനും വിജയിക്കാൻ സാധ്യമല്ല. അത് ഖുർആൻ പറഞ്ഞിരുന്ന, നമുക്ക് വിശദീകരിക്കുന്ന, ഖുർആൻ നമ്മെ തെര്യപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്.
ഞാൻ പറഞ്ഞു വന്നത് അത് അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കാൻ, ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കാം. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ വേറെ ആരില്ലെങ്കിലും എന്റെ റബ്ബെടുക്കുന്നുണ്ട് എന്ന ആശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നത്. അള്ളാഹ് പറഞ്ഞല്ലോ, ഖുദ്സി ഹദീസിൽ കാണാം, തലക്കൈതുഹു ബഈദ, എന്റെ അടുക്കിലേക്ക് നടന്നു വരുന്നവനെ തലക്കൈതുഹു ബഈദ, ഞാൻ അവനെ ദൂരത്ത് തന്നെ അവനെ സ്വീകരിക്കും, ഓടിച്ചത് സ്വീകരിക്കുന്നതാണ്. ഒരു പ്രപഞ്ചത്തിന്റെ ഒരു സൃഷ്ടാവ്, പ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മെ സംബന്ധിച്ച് ഞാൻ എന്റെ അടിമ എന്നെ ഓർക്കുമ്പോഴൊക്കെ എന്റെ അടിമ എന്റെ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ ഞാനാകുന്ന എന്നെ ഓർക്കുന്നവർ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. ഒരുപക്ഷെ ഒരു മനുഷ്യനും ഓർക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ സന്ദർഭത്തിൽ എന്റെ റബ്ബനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അഭിമാനകരമായ നേട്ടം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വേറെയുണ്ടോ? അതാണ് അള്ളാഹും നമ്മൾ തമ്മിലുള്ള ബന്ധം. ഉലമാക്കളൊക്കെ പറയും, ഒരു മനുഷ്യക്കുഞ്ഞ് അതിന്റെ അമ്മയും, അതായത് ഇപ്പോൾ പ്രസവിച്ച ഒരു 5-10 ദിവസമായ കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ആ കുഞ്ഞിന് വിശന്നാൽ, ആ കുഞ്ഞിന് അസ്വസ്ഥതയുണ്ടായാൽ, ആ കുഞ്ഞിന് ശരീരം നൊന്താൽ, വേദനിച്ചാൽ, വേറെ ആരതിനെ സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും അതിന് സമാശ്വാസം കിട്ടില്ല. ആ കുഞ്ഞ് അടങ്ങൂല. നമുക്കറിയാം, അതിന്റെ അമ്മ, അതിന്റെ ഉമ്മ അതിനെ വാരിയെടുത്ത് അവരുടെ നെഞ്ചിലേക്ക്, മാറിലേക്ക് ചേർത്തി വെച്ച് അതിനെ തലോടുമ്പോൾ, അതിനെ ആശ്വസിപ്പിക്കുമ്പോഴാണ് ആ കുഞ്ഞിന് സമാധാനം കണ്ടെത്താൻ സാധിക്കും. ഇതേപോലെ ഒരു ബന്ധമാണ് അള്ളാഹും റബ്ബും അവന്റെ അബദും തമ്മിൽ എന്നാണ് ഉലമാക്കൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അവകാശമാണത്. അങ്ങനെ അള്ളാഹും ഒരു ആത്മബന്ധം സ്ഥാപിക്കുക പ്രിയമുള്ളവരെ, അതിന്റെ മറ്റൊരു വകഭേദമാണ് വിശുദ്ധ ഖുർആനുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത്. അതാണ് അള്ളാഹ് പറഞ്ഞത്. സൂറത്തുൽ സുമറിലെ വചനമാണ് ഞാൻ ആമുഖമായി ഉദ്ധരിക്കുന്നത്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി, ആയത്തുകൾ ഇരട്ടിച്ചു വരുന്ന, സാദൃശ്യം തോന്നിപ്പിക്കുന്ന ഒരു ഗ്രന്ഥത്തെ ഏറ്റവും നല്ല വർത്തമാനം അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. തഖ്ശഅറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ ജുലൂദ്, അവരുടെ ത്വക്കുകൾ തഖ്ശഅറു, രോമാഞ്ചം കൊള്ളും. ആ ഖുർആൻ മുഖേന, ആ വചനങ്ങൾ മുഖേന, സൂക്തങ്ങൾ മുഖേന ത്വക്കുകൾ രോമാഞ്ചം കൊള്ളും. രോമം രോമാഞ്ചം കൊള്ളുമെന്ന് അല്ല പറഞ്ഞത്, ത്വക്കുകൾ, നമ്മുടെ സ്കിന്ന് രോമാഞ്ചം കൊള്ളുമെന്ന. പിന്നീട് ആ ത്വനികളും അവരുടെ ഹൃദയങ്ങളും അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ലയിച്ചു ചേരുമെന്ന്. ലാന യലീന എന്ന് പറഞ്ഞാൽ ലയിക്കുക എന്നാണ്. നമ്മൾ പറയുന്ന അഹം ബ്രഹ്മാസിയുടെ അദ്വൈതവാദത്തിന്റെ അനൽഹക്കിന്റെ സിദ്ധാന്തമല്ല ഈ പറയുന്നത്. അള്ളാഹുവിന്റെ വേദഗ്രന്ഥം പഠിക്കുന്ന, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, വിശുദ്ധ ഖുർആനുമായി ആത്മബന്ധം സ്ഥാപിക്കുന്ന ഒരു വിശ്വാസിയും അള്ളാഹുവിന്റെ സ്മരണയും ആ വിശ്വാസ ഹൃദയം തമ്മിൽ ലയിച്ചു ചേരുന്ന അനിർവചനീയമായ ഒരു മുഹൂർത്തമുണ്ട്, അനിർവചനീയമായ ഒരു രംഗം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറയും, അരിഹ്ബിനായ ബിലാൽ, ബിലാലെ ഞങ്ങൾക്ക് ആശ്വാസം നൽകൂ എന്ന് പറയും. ബിലാലെ ഞങ്ങൾക്ക് ആശ്വാസം നൽകൂ. അലങ്കാരികമായ പ്രയോഗമാണ്. നമസ്കാരത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. റസൂലുള്ളാഹി പറഞ്ഞു, നമസ്കരിക്കുമ്പോഴാണ് എനിക്ക് ഖുർറത്തായി ഉണ്ടാവുക. ജുഅലത്ത് ഖുർറത്തായിനി ഫിസ്സലാം, എനിക്ക് കണ്ണിന് കുളിർമയുണ്ടാകുന്നത്, മനസ്സിന് ആശ്വാസം ഉണ്ടാകുന്നത്, സമാധാനം ഉണ്ടാകുന്നത് നമസ്കാരത്തിലാണ്. കാരണം നമസ്കാരം അല്ലാഹുവായുള്ള മുനാജാത്താണ്, കൂടിക്കാഴ്ചയാണ്, സംഭാഷണമാണ്. വിശുദ്ധ ഖുർആൻ എന്റെ റബ്ബ് എന്നോട് മന്ത്രിക്കുന്ന മന്ത്രങ്ങളാണ്. എന്റെ റബ്ബ് എന്നോട് പറയുന്ന എന്റെ റബ്ബ് എന്നോട് പറയുന്ന വർത്തമാനമാണ്. ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള സംസാരമാണ്. പിന്നീട് ആ വിശ്വാസിയുടെ ഹൃദയവും അവന്റെ ത്വക്കും അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് ലയിച്ചു ചേരുന്നു. അതാണ് അള്ളാഹു നൽകുന്ന സന്മാർഗം. ആ സന്മാർഗത്തിലൂടെ അവൻ ഇച്ഛിക്കുന്നവരെ, അവൻ ഉദ്ദേശിക്കുന്നവരെ വഴി നടത്തും. ആരെയാണോ അള്ളാഹു വഴികളിലാക്കാൻ, ആരാണോ വഴിതെറ്റി തിരിഞ്ഞു പോകുന്നത്, അവന് ഒരു സന്മാർഗത്തെയും ഒരു മാർഗദർശിയെ കണ്ടെത്തുക സാധ്യമല്ല. വിശുദ്ധ ഖുർആനും നമ്മളും തമ്മിൽ ഒരു ആത്മബന്ധം സ്ഥാപിച്ചു നോക്കും പ്രിയമുള്ളവരെ. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മുമ്പിലും ഒരു സമാധാന ദൂതായി, ഒരു സമാധാന സന്ദേശമായി, എല്ലാ പ്രതിസന്ധികൾക്ക് മുമ്പിൽ ആശ്വാസത്തിന്റെ വചനമായി, എല്ലാ പ്രയാസങ്ങൾക്ക് മുമ്പിലും എല്ലാ പ്രശ്നങ്ങൾക്ക് മുമ്പിലും ഒരു പരിഹാരമായി വിശുദ്ധ ഖുർആൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഉറപ്പാണ്, അത് ഖുർആൻ നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്. അങ്ങനെ ജീവിച്ച ഒരു സമുദായം, പൂർവികന്മാരായ സമൂഹം, സ്വഹാബത്തിന്റെ ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ വഴികാട്ടിയായി, റോൾ മോഡൽസുകളായി, മാതൃകായോഗ്യരായ ഒരു സമൂഹമായി നമ്മുടെ മുമ്പിലുണ്ട്. ഖുർആൻ അറിയുക, മനസ്സിലാക്കുക, പഠിക്കുക. വിശുദ്ധ ഖുർആന്റെ അവതരണം കൊണ്ട്
അനുഗ്രഹീതമായ ഈ റമദാന്റെ ദിനരാത്രങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ പരിശുദ്ധ റമദാനിൽ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹു ഇച്ഛിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുവാനും സൗഭാഗ്യം നൽകിയ, തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ സ്തുതിച്ചുകൊള്ളുന്നു. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇവിടെ കഴിച്ചുകൂട്ടിയ ഓരോ നിമിഷങ്ങളും, ഓരോ സന്ദർഭങ്ങളും, നാം കേട്ട ഓരോ സന്ദേശങ്ങളും, ഓരോ നിർദ്ദേശങ്ങളും, പറഞ്ഞ ഓരോ വാക്കുകളും അള്ളാഹുവിങ്കൽ 700 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലാർഹമായ അമൽ സാലിഹാത്തായ റബ്ബ് പരിഗണിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പെടുത്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗപ്രവേശനം സാധ്യമാകുന്ന സത്യവിശ്വാസ സജ്ജനങ്ങളിൽ അല്ലാഹു തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും കഴിഞ്ഞുപോയ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മെയും അവരെയും അല്ലാഹു തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم توفنا مسلمين